എൻ്റെ പേര് അമലു. ഞാനൊരു അക്രൈസ്തവ യുവതിയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. നേഴ്സാണ്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ജോമോൻ. 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുഞ്ഞാണിത്. കുഞ്ഞിനെ കൊണ്ട് വന്നതാണ് ഞങ്ങൾ. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു 2022 ജൂലൈയിലാണ്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇതുവഴി ആലപ്പുഴയ്ക്ക് പോണ വഴിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി കയറിയതാണ്. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, എനിക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല, ഇവിടെ ഒരു ദിവസം വന്നിരുന്ന് അമ്മയായിട്ട് സംസാരിച്ച് എന്താണ് ഉടമ്പടി അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ രീതികളെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് വരാനേ കഴിയുള്ളൂ, അതിനൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയത്. തിരിച്ച് ഒക്ടോബറിൽ തന്നെ എനിക്ക് അതിനൊരു അവസരം ഉണ്ടായി. ലീവൊന്നും കിട്ടിയില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ പൂജ ഹോളിഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹിന്ദുസ് എല്ലാം ലീവ് എടുത്തോന്ന് രാത്രി പറയുകയും പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിൻ ഞാൻ അവിടെ നിന്ന് കയറി ഇവിടെ എത്തുകയും ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന് ആ ജനലിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നമ്മുടെ അമ്മയോട് പറയും പോലെ എന്നെ ഇവിടെ ഇരുന്ന് പറഞ്ഞു. എൻ്റെ ജനിച്ചപ്പം മുതൽ എൻ്റെ എല്ലാ ജീവിത കാര്യങ്ങളും, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസരങ്ങളും, ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളതെല്ലാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാൻ യോഗ്യതയാണെന്ന് അമ്മയ്ക്ക് തോന്നുവാണെങ്കിൽ മാത്രം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു സാഹചര്യം അമ്മ തന്നെ ഒരുക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് ഒക്ടോബറിലായിരുന്നു 22. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 22 അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി. പിന്നെ യൂട്യൂബ് എടുത്ത് ഇവിടുത്തെ ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുകയും ധ്യാനം എന്താണെന്ന് കാണുകയും എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ ആ ചേച്ചിയിലൂടെ ഇവിടുത്തെ രീതികളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. 2023 ഫെബ്രുവരി 28 ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ വെച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ ഇതിൽ ഞാൻ 6 വെച്ചിട്ടുണ്ട്, ഇതിൽ ഏതാണോ എനിക്ക് തരാൻ അമ്മയ്ക്ക് ആഗ്രഹമെന്ന് വെച്ചാൽ അത് മാത്രം തന്നാൽ മതി, എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പിന്നെ എനിക്ക് 6 മണി ഷിഫ്റ്റായിരുന്നു. 4 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് 5 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കാൻ എനിക്ക് രാവിലെ സമയം കിട്ടാറില്ല. ഞാൻ 5:30 വീട്ടിൽ നിന്ന് പോകണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കും. വൈകുന്നേരം വന്നിട്ട് ബൈബിൾ വായിക്കും. പക്ഷേ എനിക്ക് വചനങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. അങ്ങനെ വായിച്ച് എന്താ അർത്ഥം എന്താന്നൊക്കെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും അറിയാത്തത് ഇവിടെ ഒഫീഷ്യൽ ചാനലിൽ കയറി കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇതെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇത്രയും നാളായല്ലോ, കുഞ്ഞുണ്ടായില്ലല്ലോ, നമുക്കൊരു ചെക്കപ്പ് ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആരുടെ അടുത്തത് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല. ഇങ്ങോട്ട് പറഞ്ഞ് ചെക്കപ്പ് ചെയ്യുകയും അത്യാവശ്യം ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുകയൊക്കെ ചെയ്തു. ഇതിൽ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി ഉപ്പ് ഞാൻ കഴിക്കുമായിരുന്നു. രാവിലെ ആദ്യം തന്നെ എൻ്റെ നാക്കിൽ തൊടുന്ന രുചി അമ്മയുടെ ഉപ്പായിരുന്നു. ഡെയിലി തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോവുമായിരുന്നുള്ളൂ. ഹസ്ബൻഡിന് ജോലി വയനാടായിരുന്നു. ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് സമയം കിട്ടുമായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ വിഷമങ്ങൾ പറയുന്ന പോലെ തന്നെയായിരുന്നു അമ്മ മാതാവിനോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കരയും, സന്തോഷം വന്നാലും അമ്മയായിട്ട് ഷെയർ ചെയ്യും. അല്ലാതെ എനിക്ക് പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ബുക്കിലൂടെ പ്രാർത്ഥനകൾ ചൊല്ലുകയൊക്കെ ചെയ്തു. സെപ്റ്റംബർ ആയപ്പോൾ എനിക്ക് കൺസീവായി. പക്ഷേ ബ്ലഡ് റിപ്പോർട്ടിൽ വാല്യൂ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സഹതാപത്തോടും അനുദപിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എന്നോട് ആരും അങ്ങനെ പറയണ്ട, 10 വർഷമായിട്ട് ഇല്ലാത്തൊരു പോസിറ്റീവ് എനിക്കിപ്പോൾ കാണിച്ചു തന്നു, അത് അമ്മയാണ് കാണിച്ചു തന്നെ, നീ വിഷമിക്കേണ്ട, നിനക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു സൂചന എനിക്ക് തന്നതാണ്. എനിക്കിപ്പോൾ ഉറപ്പായിട്ടും എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് ഉറപ്പായി. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വിറ്റമിൻ ഗുളികകളൊക്കെ എൻ്റെ മേഡം തരുമായിരുന്നു. അതെടുത്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ, ഇതൊരു ഹോളി മന്താണ് ഡിസംബർ, അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടിയ മാസം, അതുപോലെ ഈ മാസം തന്നെ എനിക്കും ഒരു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ അടുത്ത ഡിസംബറിൽ ഞാൻ അമ്മേനെ വന്ന് എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് കണ്ടോളാം, എനിക്ക് ഈ ജീസസ് ഉണ്ടായ പോലെ തന്നെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, 5-ാം തീയതിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഡിസംബർ 30-ാം ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്യണതിന് മുമ്പ് ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചെറിയ വാല്യൂ വന്ന് വിഷമിപ്പിക്കരുത്, എനിക്കൊരു 2000 വാല്യൂ എങ്കിലും ബ്ലഡ് റിപ്പോർട്ടിൽ കിട്ടണമെന്ന്. beta-HCG വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് 2000 എങ്കിലും കിട്ടണം, എന്നാലേ എനിക്ക് ഉറപ്പ് വരുത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ
ഉപ്പ് കഴിച്ച് തൈലം വയറ്റിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ബ്ലഡ് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ വാല്യൂ 4800 ആയിരുന്നു. ഞാൻ ചോദിച്ചതിൻ്റെ ഇരട്ടിയാണ് എനിക്ക് അമ്മ വാല്യൂ തന്നത്. അതോടുകൂടി എനിക്ക് ഉറപ്പായി ഇനി ഒരു അബോർഷൻ ചാൻസോ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലെന്ന് തന്നെ ഉറപ്പായി. ന്യൂ ഇയറിന് മാതാവ് എനിക്ക് ഉറപ്പിച്ച് എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നു. പക്ഷേ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി വൈകി, പിന്നെ ബൈബിൾ വായനയൊക്കെ കുറഞ്ഞു, എൻ്റെ ഉപവാസങ്ങളൊക്കെ തെറ്റി, ഉടമ്പടി നിയമങ്ങളൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു കൺസീവ് സ്റ്റേജിൽ. അതിന് ഞാൻ മാപ്പ് പറഞ്ഞെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് യൂട്രസിന് കംപ്ലയിൻ്റ് ഉണ്ടാവുകയും 4 മാസം തുടർച്ചയായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് ബെഡ് റെസ്റ്റിൽ തന്നെയായിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാൻ അമ്മോട് എന്നും ഞാൻ പറയും, എനിക്ക് ഉടമ്പടിയിൽ ഒരു നിബന്ധനകളും പാലിക്കാൻ, പ്രാർത്ഥന ഒഴികെ വേറെ ഒന്നും പാലിക്കാൻ കഴിയുന്നില്ല. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഹസ്ബൻഡിനും ജോലി ഇല്ലാതെ വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. എനിക്ക് ഒരു കാരുണ്യ പ്രവർത്തികളോ ആരെയും ഒന്നും സഹായിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ അമ്മയെന്നും പറഞ്ഞ് കരയുമായിരുന്നു ഞാൻ. പക്ഷേ ആ നേരം വെളുത്ത് ഉറക്കെഴുന്നേൽക്കുമ്പോൾ എനിക്ക് അതിനുള്ള മറുപടി എന്നും തരും. കുഴപ്പമില്ല, ഇതെല്ലാം ആരെങ്കിലും മുഖേനയായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലൂടെ മെസ്സേജായിട്ട് എനിക്ക് കിട്ടും. അത് കുഴപ്പമില്ല, നിനക്കെല്ലാം റെഡിയായി കഴിയുമ്പോൾ ചെയ്താൽ മതി എന്നുള്ളൊരു മെസ്സേജ് കിട്ടി എനിക്ക് ആശ്വാസവും കിട്ടും. അങ്ങനെ ബ്ലീഡിങ് ആയിട്ട് ഞാൻ 4 മാസത്തോളം ബെഡിൽ തന്നെയായിരുന്നു. എന്നാലും ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചു എൻ്റെ കുഞ്ഞിനെ, എൻ്റെ യൂട്രസും എൻ്റെ കുഞ്ഞിനെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്, എനിക്കൊരു കുഴപ്പം കൂടാതെ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ഓഗസ്റ്റ് 18-ാം തീയതി ആയിരുന്നു. സിസേറിയൻ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിപ്പറേഷനിലിരിക്കുമ്പോൾ ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച വീടിൻ്റെ അടുത്തൊരു ഉണ്ണീശോ പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാം, 18-ാം തീയതി സിസേറിയൻ അല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയാവാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് 17-ഉം 18-ഉം ഡോക്ടേഴ്സ് ഇല്ല, നീ വേഗം വന്ന് അഡ്മിറ്റ് ആകണമെന്ന്. ഞാൻ പറഞ്ഞു ഞാനൊന്നും പ്രിപ്പയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പ്രിപ്പറേഷനും വേണ്ട, വേഗം പോരേ എന്ന് പറഞ്ഞു. എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ വേഗം പോയി 11 മണിക്ക് അഡ്മിറ്റായി. 12:55 ഓഗസ്റ്റ് 15 കുഞ്ഞുണ്ടായി. പുറത്ത് വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് മാതാവ് തന്ന കുഞ്ഞ്, അതുകൊണ്ടാണ് നീ ഇന്ന് തന്നെ ഡെലിവറി ചെയ്തതെന്ന്. എനിക്ക് അർത്ഥം മനസ്സിലായില്ല. അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത്, ഇന്ന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് ഓഗസ്റ്റ് 15, മാതാവിനെ പോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ എനിക്ക് മാതാവ് തന്നു. 17-18 ഡേറ്റ് എടുത്തിട്ട് മാതാവ് പറഞ്ഞു വേണ്ട, ഞാൻ തന്ന കുഞ്ഞ് ഞാൻ വന്ന ദിവസം തന്നെ വന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ ഓഗസ്റ്റ് 15-ാം തീയതി 12:55 ഒരു കുഴപ്പമില്ലാതെ, തൂക്കമൊക്കെ ഇച്ചിരി കുറവായിരുന്നു കുഞ്ഞിന്, എന്നാലും ICUവിൽ കിടക്കേണ്ടത് ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ കിട്ടി. ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ അമ്മേനെ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതും ഡിസംബറിൽ 25-ാം തീയതി ക്രിസ്മസിന് മുമ്പ് തന്നെ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അതും വലിയൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ട്രെയിനിലും ഒരു ബസ്സിലും ടിക്കറ്റില്ല, എല്ലാം ബുക്കായി. ഞാനിതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിനിൽ 21 സീറ്റുണ്ട്. അന്ന് ഞങ്ങൾക്ക് പൈസ ഇല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് വരണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ 6 ടിക്കറ്റുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പൈസ തന്നു. ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം അമ്മ 6 ടിക്കറ്റ് വെച്ചതുപോലെ എനിക്ക് തോന്നി. 3 ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു. തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ആ ട്രെയിനും ക്ലോസ് ചെയ്തു. അപ്പോൾ അമ്മ തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും. എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അമ്മ കൂടെ നിന്നു. അമ്മേനെ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമ്മയോട് ഷെയർ ചെയ്താൽ മതി, എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറും. ഇത് എൻ്റെ അനുഭവമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അമലു ജോമോൻ എന്ന ഈ മകൾ എത്ര നൈർമല്യ മനസ്സോടെയാണ് മകൾ ഒരു അക്രൈസ്തവയായിരുന്നിട്ട് കൂടി കൃപാസനത്തിൻ്റെ അമ്മമാതാവിൻ്റെ ഈ തിരുനടയിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ചും ഇവിടെ വന്ന് അമ്മമാതാവിനോട് സംസാരിച്ച് ഉടമ്പടി എടുക്കുവാൻ യോഗ്യതയുണ്ടെങ്കിൽ ഉടമ്പടിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതും പിന്നീട് ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് വന്ന ഉടമ്പടി എടുക്കുന്നതും ജീവിതത്തിൽ മകൾ പറയുന്നത് പോലെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ തന്നെ ഒരു കുഞ്ഞിനെ 10 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അമ്മമാതാവ് നൽകി അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷം ഈ എൽത്താരയിൽ ഇന്ന് പങ്കുവയ്ക്കുന്നതും മകളുടെ വാക്കുകളിൽ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള മാതൃസഹജമായ സ്നേഹത്തിലെ
നിരന്തരമായ പറച്ചിലുകളാണ്. ഒത്തിരി ക്ലേശങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യവും കുഞ്ഞില്ലാത്ത വിഷമവും ഒക്കെ അലട്ടിയിരുന്നു. എന്നാൽ ഓരോ നിമിഷത്തിലും ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടിയുടെ പ്രാർത്ഥനയും ഉടമ്പടിയുടെ പ്രവൃത്തികളും ഏറ്റവും എളിമയോടും നല്ല മനസ്സോടും കൂടി നിരന്തരം ചെയ്യുവാൻ മകൾ ശ്രദ്ധിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. എപ്പോഴും അമ്മ മാതാവിൻ്റെ തിരുനടയിലും അമ്മ മാതാവിനെ ഓർത്തുകൊണ്ടും, പ്രത്യേകിച്ച് പ്രഗ്നൻസി ആയ നാൾ മുതൽ ആ രോഗക്കിടക്കയിൽ എന്നതുപോലെ കട്ടിലിലായിരുന്ന മുഴുവൻ നാളുകളിലും മകൾ പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒത്തിരി നേരമുണ്ടായിരുന്നു. പ്രാർത്ഥന ആദ്യമൊക്കെ എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓരോന്നും പഠിച്ചു, ഓരോന്നും പ്രാർത്ഥിക്കുവാൻ എനിക്കൊത്തിരി നേരം കിട്ടി, വചനം വായിക്കുവാൻ എനിക്കൊത്തിരി നേരം കിട്ടി. ആദ്യമൊന്നും മനസ്സിലായില്ല, എങ്കിലും വായിച്ച് പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ പഴയതും പുതിയതും എല്ലാം കണ്ട് അർത്ഥം മനസ്സിലാക്കി എനിക്ക് പരിശുദ്ധമ്മയിൽ വലിയ വിശ്വാസവും വലിയ സന്തോഷവും പ്രതീക്ഷയുമായി. അതാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് എന്നും നയിച്ചു കൊണ്ടിരുന്നത്. പ്രഗ്നൻസിയുടെ കാലയളവിൽ പലപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടായി. അതെല്ലാം ആശങ്കയുടെ നാളുകളായിരുന്നു. എന്നാൽ ആശങ്കയുടെ ഓരോ അവസരത്തിലും ഞാൻ തളരുകയല്ല ചെയ്തത്. കൂടുതൽ എൻ്റെ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും, അമ്മ മാതാവാണ് എനിക്ക് ഉദരത്തിൽ ഈ കുഞ്ഞിനെ അങ്കുരിപ്പിച്ച് നൽകിയതെങ്കിൽ അതിനെ പൂർണ്ണ വളർച്ചയെത്തിച്ച് ഇതിനെ എനിക്ക് എൻ്റെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ കൈമാറുമെന്ന വലിയ വിശ്വാസവും പ്രത്യാശയും എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് മകളുടെ വാക്കുകളിൽ ഈ സാക്ഷ്യത്തിന് മകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ സന്തോഷത്തോടെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഈ കുടുംബത്തിന്, അമലുവിനും ജോമോനും ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഹെഡ്വിൻ എന്നാണ്. ഇതെൻ്റെ ഭാര്യ നീതു, ഇത് കുഞ്ഞ് മെസ്വിൻ. ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം ഇവിടെ 10ാം ക്ലാസ്സിലെ ലീവിൻ്റെ സമയത്ത് കൃപാസനത്തിൽ വരികയും അന്ന് ഇവിടെ ചവിട്ട് നാടകത്തിൻ്റെ ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിറ്റേ വർഷം അച്ഛൻ ഞങ്ങൾ ക്ഷണിക്കുകയും വീണ്ടും ഞങ്ങളിവിടെ വന്ന് ഇവിടുത്തെ ഈ നിത്യാരാധനയിൽ ഒത്തിരി രാത്രികളിൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ദുബായിക്ക് പോവുകയും പിന്നീട് വിശ്വാസത്തിൽ നിന്ന് പതുക്കെ അകന്ന് പല സാഹചര്യങ്ങളിലും ഒക്കെ മാറിപ്പോയി. എങ്കിലും ദൈവം വളരെ കരുതലോടെ ഒരു വചനം ഇപ്പോൾ ഓർക്കുകയാണ്, അവിടുന്ന് തൻ്റെ പരിശുദ്ധനെ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല, അങ്ങ് പരിശുദ്ധൻ പാതാളത്തിൽ തള്ളുവാൻ അവിടുന്ന് അനുവദിക്കില്ല എന്ന വചനം പോലെ നമ്മൾ എത്ര സാഹചര്യത്തിൽ മാറിപ്പോയാലും ദൈവം നമ്മളെ കൂടുതൽ കരുതലോടെ താങ്ങും എന്നതിന് ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 6 വർഷത്തിനും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ആദ്യം ഉണ്ടായ 2 കുട്ടികൾ അബോർഷനായി പോയി. അപ്പോൾ ഇതിന് മുമ്പത്തെ വർഷം ഇത് ഗർഭിണിയാകുകയും ഡേറ്റ് തന്നിരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ കടപ്പുറ ആശുപത്രിയിൽ കാണിച്ചപ്പോഴത്തേക്ക് ഇവളുടെ ECGയിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു. ഉടനെ തന്നെ വണ്ടാനത്തേക്ക് കൊണ്ടുപോവുകയും ഇവളുടെ ഹാർട്ടിന് കാർഡിയോമയോപ്പതി എന്ന ഒരു അസുഖമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വളരെ സീരിയസ് ആയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയും ആളെ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു. പക്ഷേ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഓപ്പറേഷൻ നടത്തുവാൻ കഴിയില്ല. 30% മാത്രമേ ഇയാളുടെ ഹാർട്ട് അപ്പോൾ പ്രവർത്തിക്കുന്നുള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ കാർഡിയോളജിയുടെ ഹെഡ് എത്തുകയും ലേബർ നമ്മുടെ ഗൈനക് ഹെഡും കാർഡിയാക് ഹെഡും എല്ലാവരും കൂടെ ഇവളെ പരിശോധിക്കുകയും ഒരു കാരണവശാലും അനസ്തേഷ്യ മരുന്ന് കൊടുക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥ തരണം ചെയ്യുവാൻ ഇവളുടെ ഹൃദയത്തിന് ശക്തിയില്ല എന്ന് പറയുകയും ചെയ്തു. കുഞ്ഞിനെ കിട്ടാൻ ഒരു സാധ്യതയുമില്ല, അമ്മയെ കിട്ടാൻ 30% മാത്രമേ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ നിമിഷം എന്താണെന്ന് ഒരു ഇതില്ല. ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്, അതുപോലെ എൻ്റെ അനിയൻ ദുബായിലാണ്, ഒത്തിരിയേറെ ആൾക്കാരുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. അപ്പം ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞു നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം, ആരോഗ്യമന്ത്രിയുടെ റെക്കമെൻഡേഷൻ വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അനിയൻ അപ്പം തന്നെ 1 ലക്ഷം രൂപ ഇട്ട് തന്നു. വീണ്ടും പലരും പൈസ എല്ലാം തന്നു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാൻ ആളുണ്ട്. പക്ഷേ ലേബർ റൂമിൻ്റെ ഒരു മുറിയുടെ അപ്പുറത്തേക്ക് കടക്കാൻ ഈ ഒരു സ്വാധീനത്തിനോ
ഈ ഒരു പണത്തിനോ ഒന്നും കഴിഞ്ഞില്ല. ഞാൻ ആ ലേബർ റൂമിൻ്റെ പുറത്തിരുന്ന് 3 ദിവസം കരഞ്ഞു. 3 ദിവസങ്ങൾ ആ ലേബർ റൂം തന്നെ ആയിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും മാക്സിമം നമുക്ക് സ്വാഭാവികമായ പ്രസവം നടക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചു. പക്ഷെ നടക്കുന്നില്ല. അവസാനം ഇവളുടെ യൂട്രസ് പൊട്ടി വെള്ളം പോയി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. എന്നെക്കൊണ്ടൊരു 30ഓളം കൺസേണുകളിൽ ഒപ്പിടിയിച്ചു. ആളെ കിട്ടില്ല എന്ന് ഒരു സ്ഥിതി വരെ എത്തി. അപ്പോഴും ആ ഡോക്ടർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, മാതാവിനോട് നീ മുട്ടിപ്പായി പ്രാർത്ഥിക്ക്, ഇനി ഞങ്ങൾക്കും ഇതൊരു ക്രിട്ടിക്കൽ അവസ്ഥയാണ്, ഈ അവസ്ഥ തരണം ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാൻ ആ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ലേബർ റൂമിൽ കിടന്നപ്പോഴത്തേക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഒരു ലേബർ ഐസിയുയിൽ കിടക്കുവാണ്. ഇവളുടെ അടുത്ത് ആരുമില്ല. അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേര് അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അറിയാൻ വിളിച്ചു നോക്കാമെന്ന് ഓർത്ത് ഞാൻ ആ ഡോക്ടറെ വിളിച്ചപ്പോൾ പുള്ളിയുടെ ഡി പി മാതാവ് ഉണ്ണീശോയും ഔസേപ്പിതാവും കൂടെ നിൽക്കുന്ന തിരുക്കട കുടുംബത്തിൻ്റെ ഒരു DP ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശക്തി കിട്ടി. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ICUവിൽ ഇവളുടെ അടുത്ത് ചെന്ന് ഇവളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു പീഡിയാട്രിക് ഡോക്ടർ, അവിടുത്തെ ഒരു ഹൗസ് സർജൻ ഇവളുടെ അടുത്ത് ചെന്ന് ഇവളുടെ കൈ പിടിച്ചുകൊണ്ട്, ഞാൻ ഹെഡ്വിൻ്റെ സുഹൃത്താണ്, നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തി. ആൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ അതാണ്, എന്നോടൊരു ഡോക്ടർ വന്നിങ്ങനെ പറഞ്ഞായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഓരോ നിമിഷവും ഞങ്ങളുടെ നാട് മൊത്തം അന്ന് ഈ കൃപാസന അമ്മയോട് ഇവളുടെ ജീവന് വേണ്ടി കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ട്. കാണുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൃപാസനത്തിൽ തിരിച്ചു പോകണം, കൃപാസനത്തിൽ പോകണമെന്ന്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ഓപ്പറേഷൻ വളരെ വിജയകരമായി കഴിഞ്ഞു. അന്ന് ഒറ്റ ഹൗസ് സർജൻ പിള്ളേരെ പോലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയില്ല. അവരോട് പുറത്തു നിന്ന് കൊന്തയൊല്ലിക്കൊള്ളാനാണ് അവിടുത്തെ കാർഡിയാക് സർജൻ പറഞ്ഞത്. അപ്പോൾ അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത്. ആളെ തിരിച്ചു കിട്ടി. 3 ദിവസത്തോളം ഇവൾ ICUവിൽ കിടന്നു. എൻ്റെ കുഞ്ഞിന് ഇവൾക്ക് പാൽ കൊടുക്കാൻ പറ്റിയത് 48 മണിക്കൂറോളം അനസ്തേഷ്യ വിട്ടു മാറിയതിന് ശേഷമാണ് പാൽ കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ ഈ കുഞ്ഞിനെയും അമ്മയും എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പം ഞങ്ങളപ്പം തന്നെ പിറ്റേ മാസം വന്ന് ഉടമ്പടി എടുത്തു. 3 മാസം ഇപ്പോൾ ഉടമ്പടി ഇപ്പോൾ ഇന്നും കൊണ്ട് 3 മാസം പുതുക്കി സാക്ഷ്യം പറയുകയാണ്. ഇപ്പോൾ ആളുടെ ഹാർട്ടിൻ്റെ നില പതുക്കെ ശരിയായി വരുന്നുണ്ട്. കുഞ്ഞിനൊരു കുഴപ്പമില്ല, ഒരു അംഗവൈകല്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇത്രയും വലിയ അവസ്ഥ ഉണ്ടായിട്ട് പോലും അവൻ ഇപ്പോഴും ചുറുചുറുക്കോടെ നടക്കുന്നു. ദൈവം തന്ന ഈ അനുഗ്രഹം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ കൃപാസനം ഇത്ര അടുത്തുണ്ടായിട്ട് പോലും എനിക്കൊരു പ്രാവശ്യം പോലും ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാനിവിടെ കൊന്ത ചൊല്ലിയതിൻ്റെ, അന്ന് ഞാനിവിടെ വന്നതിൻ്റെ ഒരു കരുതൽ മാതാവൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇവളെ തിരിച്ചു കിട്ടി, കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ നല്ല മനോഹരമായി പോകുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടിയുടെ പ്രാർത്ഥന വീട്ടിൽ ചൊല്ലും. ആ തിരി കത്തിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട കുഞ്ഞ് ഓടി വന്ന് തിരിയിൽ പിടിക്കും. അത്രയ്ക്ക് അവന് പരിചയമായി. ഒരു മാതാവിൻ്റെ മകനായിട്ട് അവൻ വളർന്നു വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളിവിടെ പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. അവർ മുട്ടിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. എനിക്ക് ഇവളെയും കുഞ്ഞിനെയും തിരിച്ചു തന്നതിന് മാതാവിന് വളരെയേറെ നന്ദി പറയുന്നു. ഈ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ 9-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നമുക്കെല്ലാത്തിനും ഉത്തരം ബൈബിളിലുണ്ട്. എന്തിനും ബൈബിള് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഈ മകൻ ഹെഡ്വിൻ ഇവിടെ നിന്ന് തൻ്റെ അനുഭവ സാക്ഷ്യം, താൻ ഒരിക്കൽ ഒത്തിരിയേറെ സമയം ചിലവഴിച്ചിരുന്ന, താൻ സ്നേഹിച്ചിരുന്ന ഒരിടത്ത് നിന്ന് ഒരു ധൂർത്തപുത്രനെ പോലെ വഴിതെറ്റിപ്പോയി തൻ്റെ ജീവിതം പിന്നീടങ്ങ് മറ്റൊരു ദിശയിലേക്ക് മാറുകയും, എന്നാൽ തൻ്റെ ഭാര്യ 30% മാത്രമേ അവളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൂ. കുഞ്ഞും അമ്മയും ഒരേപോലെ റിസ്കിലാണ്. ഈ ഒരവസരത്തിൽ ഒത്തിരിയേറെ
സ്വാധീന ശക്തിയും പൈസയും ഇതൊക്കെ തങ്ങൾക്കുണ്ട്. ഹെഡ്വിൻ തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ അവിടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ അതിന് ആർക്കും സാധിച്ചിരുന്നില്ല. തനിക്ക് വേണ്ടത് അതുമാത്രമായിരുന്നു. അത് തിരിച്ചു കൊടുക്കാനായിട്ട് തൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് താൻ മനസ്സിലാക്കിയ നിമിഷങ്ങൾ പിന്നീട് എങ്ങനെ ഈ മകള് റിക്കവറിയിലേക്ക് വരുന്നെന്നും വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അമ്മയുടെ തിരുനടയിൽ അമ്മയ്ക്ക് പ്രിയ മകനായി താൻ തീരുവാനായിട്ടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ പുതിയ വഴിത്തിരിവ് എങ്ങനെയുണ്ടായി എന്ന് ഹെഡ്വിൻ പറയുന്നു. സങ്കീർത്തനം 126:6 വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് എന്തു തന്നെയായാലും എങ്ങനെയാണ് അവയിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മയുടെ നടയിൽ നാം എടുക്കുന്ന തിരുക്കുമാരനോട് ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ദൈവപിതാവിന് നാം കൊടുക്കുന്ന വാഗ്ദാനത്തിലൂടെ എങ്ങനെയാണ് പിന്നീട് ജീവിതം മറ്റൊരു പുതുനാമ്പായി പൊട്ടിമുളയ്ക്കുന്നത്. ഇന്ന് തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഹെഡ്വിനും കുടുംബവും നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ജോണി ജോസ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നത് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ 2022 ഒക്ടോബർ മാസം എൻ്റെ മകൾക്ക് TCS പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോലി കിട്ടി. അന്നേരം പിന്നെ ഈ സെലക്ഷനായ കുട്ടികൾ എല്ലാ ആൾക്കാരും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരായിരുന്നു. എൻ്റെ മകളാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ്ങും ബാക്കി ഇതിനോട് ബന്ധപ്പെട്ട പരീക്ഷകളും ഒക്കെ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയും പരീക്ഷ പാസ്സാകാൻ ചാൻസ് ഇല്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു. അന്നേരം ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്നും അമ്മയോട് നന്ദി പറയാമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എൻ്റെ മകൾ ആ പ്രശ്നങ്ങളെല്ലാം പൂർത്തിയാക്കി, കോഴ്സെല്ലാം പൂർത്തിയാക്കി ഉടൻ തന്നെ പെർമനൻ്റായിട്ട് പോസ്റ്റിംഗായി പിന്നെ അവിടെ പ്രോജക്റ്റിലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്ത് വന്ന് കുടുംബമായിട്ട് വന്ന് അമ്മയോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഉടമ്പടി എടുത്തില്ല, അങ്ങനെ തോന്നിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഒരു ലിങ്ക്, യാദൃശ്യമായൊരു ലിങ്ക് ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും അത് പിന്നെ കൃപാസനത്തിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനമായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരമായി ആ ധ്യാനം കൂടുകയും പിന്നെ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ കൃത്യമായിട്ട് കാണുകയും ചെയ്യുക പതിവായി. അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ എടുത്തു കഴിഞ്ഞിട്ട് ഈ ധ്യാനത്തിലും ഉടമ്പടി സാക്ഷ്യങ്ങളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ വരികയും ചെയ്തു. വന്ന് ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. 16/1/2024 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്യും. 5-ാം മാസത്തും 9-ാം മാസം അത് പുതുക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് എനിക്ക് പ്രധാനമായി കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധി അനുഗ്രഹങ്ങളാണ്. ഞാൻ പിന്നെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ ഏകദേശം ഒട്ടുമിക്ക എല്ലാ നിയോഗങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു വന്നു. അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ മകൾക്ക് ഇപ്പോൾ ഒരു വിവാഹം, നല്ലൊരു പയ്യനെ വിവാഹം ആലോചനയൊക്കെ വന്നു. അതിൻ്റെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു. അത് ഉടൻ തന്നെ ഏപ്രിൽ മാസത്തെ കല്യാണം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊത്തിരി നൂലാമാലകൾ എൻ്റെ പിതാവിൻ്റെ സ്വത്തുക്കളായതുകൊണ്ട് പഴയ പ്രമാണമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 5-6 മാസം കൊണ്ട് ഞാൻ ലോണിന് വേണ്ടി ഓടുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ബാങ്കിലത് വിളിച്ചു, നിങ്ങൾക്ക് ലോണെല്ലാം സാങ്ഷനാക്കിയിട്ടുണ്ട്, ഈ ആഴ്ച കാശ് തരാം എന്ന് പറഞ്ഞു. അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊമോഷൻ ഞാൻ ഒരു 5-6 വർഷം എൻ്റെ കേസുമായിട്ടൊക്കെ നടന്നിട്ട് എൻ്റെ ഗ്രേഡ് പ്രൊമോഷൻ കിട്ടാതെ കിടക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ മെയ് 31-ാം തീയതി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. അന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ ഡയറക്ടറെ പോയി കണ്ടു. സാർ ഇങ്ങനെ ഞാൻ ഇന്ന് റിട്ടയർഡ് ആവുകയാണ്, ഇന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ആനുകൂല്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ സാറിൻ്റെ കമ്പ്യൂട്ടർ തിരിച്ചെനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ 5:30 നിങ്ങളുടെ ഓർഡർ സാങ്ഷനാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ നന്ദി പറയും. 5 വർഷമായി കിട്ടാത്ത ഗ്രേഡ് എനിക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ കഴുത്തിലൊരു തടിപ്പുണ്ടായിരുന്നു. അതിന് കൃപാസനം മാതാവിൻ്റെ എണ്ണ ഇട്ടതിൻ്റെ ഫലമായി അത് പരിപൂർണമായി മാറി. പിന്നെ അവിടെ കാലുമുട്ടിലൊരു എല്ല് വളർച്ച ഉണ്ടായിരുന്നു, നല്ല വഴിച്ചത്, അതെല്ലാം പരിപൂർണമായി മാതാവ് മാറ്റിക്കൊടുത്തു. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. മാതാവിനും തിരുക്കുമാരൻ്റെയും ഓടാടിയോട് നന്ദി പറയുന്നു. ഈ പരിശുദ്ധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നന്ദി പറയാൻ അനുഗ്രഹം തന്നെ എനിക്ക് നന്ദി പറയുന്നു. ഞാനിപ്പോൾ എല്ലാ മാസവും ഇവിടെ മുടങ്ങാതെ വരികയും
കൃപാസനം പത്രം വാങ്ങി പരമാവധി ആൾക്കാരിൽ എത്തിക്കുകയും ചെയ്യണം. അക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിലും ഞാൻ എത്തിക്കുകയാണ്. പിന്നെ എന്നാൽ കഴിയുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം ആൾക്കാർക്ക് ചെയ്യുന്നു, രോഗികളെ സന്ദർശിക്കുന്നു, ആൾക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഒരു ക്രൈസ്തവനായിരുന്നുവെങ്കിലും സ്ഥിരമായി പള്ളിയിൽ പോവുകയോ ആരാധനകൾ പങ്കെടുക്കുന്ന ആളായിരുന്നില്ല. വല്ലപ്പോഴൊക്കെ മാത്രം പോകും. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചകളും പള്ളിയിൽ പോയി കുമ്പസാരിക്കുകയും കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴെനിക്ക് എൻ്റെ എല്ലാ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ ഫാമിലിയിൽ ഫീൽ ചെയ്യുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നന്നായി നമ്മളെ കുടുംബ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് അനുകൂലമായി വരികയാണ്. അങ്ങനെ മാതാവിൻ്റെ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട തിരുവഴുത്താരയിൽ ഒരു സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. യൂതിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ്. ഓരോ അനുഭവ സാക്ഷ്യങ്ങളും എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച ഓരോ സംഭവങ്ങളായിട്ട് മാറുന്നത്, നമുക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ പദ്ധതികളായിട്ട് മാറുന്നത്. അതാണ് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. ഇന്ന് ജോണി ജോസഫ് എന്ന ഈ മകൻ തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പങ്കുവെച്ചു. തനിക്ക് കിട്ടിയ കൃപകൾ, താൻ പറഞ്ഞ എല്ലാ നിയോഗങ്ങളും തന്നെ തനിക്ക് സാധ്യമായി. ആദ്യമേ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇതെല്ലാം നാം വ്യക്തമായിട്ട് കേട്ടു കഴിഞ്ഞു. തൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ പിന്നീട് എങ്ങനെയാണ് തനിക്ക് നിത്യതയിലേക്ക് തന്നെ അടുപ്പിക്കുന്ന വാതിലായിട്ട്, വഴിയായിട്ട് തനിക്ക് മാറിയത്. അതായത് ഇവിടെ ഒത്തിരിയേറെ ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം തന്നെ നാം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി നമ്മുടെ ആത്മീയ ജീവിതം അത് ഉടമ്പടിയിൽ വഴി മാത്രം തുറക്കുന്ന ഒരു വാതിലായിട്ട് ഇന്ന് ഓരോ വ്യക്തികളും കുടുംബങ്ങളും എങ്ങനെയാണ് കൃപാസനത്തിൽ വന്ന് തങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ ഒരു വളർച്ച അതെങ്ങനെയാണ് അവർ ബോധ്യപ്പെടുന്നതും അവർക്കത് മനസ്സിലാകുന്നതും. അതായത് മുൻപത്തേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുവാൻ ഉടമ്പടി എല്ലാവരെയും പ്രാപ്തരാക്കുകയാണ്. അതുപോലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ജനങ്ങൾ പ്രാർത്ഥിക്കുന്നിടം ശിലോഹ കുളമാകും. ഇവിടെ ഇന്ന് കൃപാസനം ഇന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടമാണ്. ഇത് മറ്റൊരു ശിലോഹ കുളമായി മാറുകയാണ്. എങ്ങനെയാണ് 38 വർഷമായി ആ കുളത്തിനരികെ കിടന്നിരുന്ന മനുഷ്യൻ, ആ വ്യക്തിയോട് ഈശോ ചോദിക്കുന്നുണ്ട്, സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ആ വ്യക്തി തൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്നെ ആരും കുളത്തിലിറക്കാനില്ല, തന്നെ പിടിച്ചിറക്കാൻ ആരുമില്ല. വെള്ളം ഇളകുമ്പോൾ അത് ആ അവസ്ഥയിൽ ഈശോ എങ്ങനെയാണ് ആ മകനെ സൗഖ്യപ്പെടുത്തുന്നത്? ഈശോ അങ്ങോട്ട് ചോദിക്കുകയാണ്, കൃപാസനത്തിൽ നാം വന്ന് ഉടമ്പടി എടുത്ത് നമ്മുടെ ഉടമ്പടി ജീവിതം അത് ഏറ്റവും സത്യസന്ധമാകുമ്പോൾ ദൈവം നമ്മുടെ അടുത്ത് വരുന്ന അനുഭവങ്ങളാണ്. അതാണ് സൗഖ്യമായും. അതുപോലെ ഒരിക്കലും നടക്കാത്ത 5 വർഷമായിട്ട് തനിക്ക് നടക്കാതിരുന്ന തൻ്റെ പ്രൊമോഷൻ്റെ കാര്യങ്ങളെല്ലാം അത് പിന്നീട് സ്പീഡപ്പ് ആകുന്നു. അത് ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന തൻ്റെ നടപടികളെല്ലാം പിന്നീട് തനിക്ക് നടന്നു കിട്ടുന്നു. അതുപോലെ രോഗസൗഖ്യങ്ങൾ, തൻ്റെ മകളുടെ ജോലിയുമായിട്ടാണ് ഇവിടെ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ കുടുംബം എങ്ങനെയാണ് ഇന്ന് മാറിയത്? തങ്ങൾക്ക് ചെയ്യാത്ത പല കാര്യങ്ങളും ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ മക്കളും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ശിലോഹാകുളത്തിൻ്റെ അടുത്താണ് നാം നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് സ്വരം കേൾക്കാൻ നാം പ്രാപ്തരാകണം. നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? നിൻ്റെ ജപ്തി നടപടികൾ മാറണ്ടേ?
ഇങ്ങനെയൊക്കെ നമ്മോട് ചോദിക്കുന്ന ഒരമ്മ ഇവിടെയുണ്ട്. ഇത് ചോദിച്ചിട്ട് അമ്മ വെറുതെ ഇരിക്കുകയല്ല, അമ്മ ഈശോയോട് കാര്യങ്ങൾ പറയുകയാണ്. അതിന് നമുക്ക് വൃത്തിയും വെടിപ്പുമായിട്ട് നമ്മുടെ ജീവിതം നാം മുമ്പോട്ട് നയിക്കണം. അതാണ് വിശ്വസ്തരും സത്യസന്ധരുമാകുക എന്ന് പറയുന്നത്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച്, നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. മാതാവിനും ദേവകുമാരനും ഒരുപായിരം നന്ദി. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ വരുന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 18-ാം തീയതി ആയിരുന്നു. അതിന് മുന്നേ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ബെഹറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ വെച്ച് എൻ്റെ കൂടെയുള്ളൊരു വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിൻ്റെ കയ്യിൽ കാശ് രൂപം കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടും കൃപാസന മാതാവിനെ അറിയുന്നതും. അവിടെ മാതാവിൻ്റെ ആ ഒരു കാശ് രൂപം എനിക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നി. എനിക്കും അത് വേണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, എനിക്കും അതൊന്നും തരാമോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ആകെ 2 എണ്ണേ ഉള്ളൂ, ഒരെണ്ണം എനിക്ക് വേണം, പിന്നെ ഒരെണ്ണം വേറെ ആർക്കോ, അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത്. പക്ഷേ ഞാനപ്പോൾ ഒരുപാട് ഇങ്ങനെ ആ സമയത്ത് ഞാൻ OET ടെസ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പം എനിക്ക് ടെസ്റ്റിന് സമയം ഭയങ്കര പാടായിരുന്നു. മാർക്ക് കിട്ടുന്ന ചില വിഷയങ്ങളിലൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ എക്സാമിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ കാശ് രൂപം ചേച്ചി എനിക്ക് ഓടിക്കൊണ്ട് തരികയാണ്. എനിക്കെന്തോ നിനക്ക് തരാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു കാശ് രൂപം തരികയാണ്. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവിൽ ഭയങ്കര വിശ്വാസം വരുന്നത്. അതിനുശേഷം എനിക്ക് അയർലൻഡ് പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് ചില ഡിലേസൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ആ ഡേറ്റ് പറയുന്ന അതിനോടടുത്ത ദിവസങ്ങൾ തന്നെ എനിക്കെല്ലാം സാധിച്ചു വന്നിരുന്നു. അതിനുശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വിസ എടുക്കുന്ന ഒരു സമയം വരെ എത്തി. അപ്പം വീട്ടിൽ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ആ സമയത്തുണ്ടായി. തല ഇങ്ങനെ വേദനിക്കുന്ന പോലെ, അതേപോലെ ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ മൂളൽ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കുള്ളത് ഒരു അനിയനാണ്. അപ്പോൾ അത് കാരണം അമ്മയുടെ ആ ഒരു വിഷമവും, അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് അയർലൻഡിലോട്ടൊന്ന് പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയുമാണ്, ഒരുപാട് പേർക്ക് കിട്ടാതെ ഇരിക്കുന്നൊരു ജോലിയായിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂ ഒക്കെ ഫ്രീസ് ആയിരുന്നു. എന്നിട്ടും ദൈവം എനിക്ക് തന്നു. ഞാൻ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നൊരു സമയം. അപ്പോൾ ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വിളിച്ചിരുന്നു. ഇവിടെ വിളിച്ച് സിസ്റ്ററിനോട് സംസാരിച്ച് സിസ്റ്റർ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കൂ, എന്തെങ്കിലും ഒരു വഴി ദൈവം തെളിച്ചു കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. എൻ്റെ ഹസ്ബൻഡ് അവിടെയായിരുന്നു. അവിടെ ഒരു 3 മാസം ഞാൻ നിന്നു. കാര്യം നമുക്ക് ഒരു ഗ്യാപ്പ്, ഞാൻ നേഴ്സാണ്, അപ്പം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ദുബായി പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. 1 മാസത്തിന് ശേഷം തന്നെ എനിക്ക് അവിടെ ഒരു പ്രൈവറ്റിൽ ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ എനിക്ക് അവിടോട്ട് അങ്ങോട്ട് ഒത്തുചേരാൻ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു, മാതാവേ നീയായിട്ട് തന്നെ തന്ന ജോലിയാണിതും, അതുകൊണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എനിക്കിത് ചെയ്യാനുള്ള കഴിവ് തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നിട്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടെ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ഈ ഒക്ടോബർ 7-ാം തീയതി ഞാൻ അവിടെ നിന്ന് റിസൈൻ വെക്കുകയാണ് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ വിസയുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നതിന് മുന്നേ ആയിട്ട് അന്ന് രാവിലെ എനിക്കൊരു കോൾ വരികയാണ്. ഇതേപോലെ ദുബായ് ഗവൺമെൻറ്റിൽ നിന്ന് നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണല്ലോ, അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അപ്പം പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ്. അങ്ങനെ അന്ന് രാവിലെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ്, 1 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി തൈലവും കൊണ്ടാണ് ഞാൻ പോയത്. ഉപ്പും എൻ്റെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കയറുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഇട്ടിരുന്നു, ആരും ചവിട്ടാത്തടുത്ത്. അങ്ങനെ ഞാൻ വേഗം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു. പിന്നെ നാട്ടിൽ വരികയാണ്. അയർലൻഡ് പ്രോസസ്സിങ് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇത് കിട്ടുന്നൊരു ഉറപ്പില്ലാത്ത കാരണം. പക്ഷെ അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടെ നിന്ന് കോൾ വരികയാണ്. എന്നിട്ടിപ്പോൾ എന്നോട് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഈ ഡിസംബർ 18-ന് ഞാൻ ദുബായിൽ പോവാണ്. അവിടെ ഗവൺമെൻറ് ജോബ് കിട്ടിയത് കൊണ്ട് മാതാവിൻ്റെ ഒരു വലിയ കരുണയാണ് അതെനിക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ. കാരണം എനിക്ക് ഫാമിലിയെ വിട്ട് അത്ര ദൂരം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ അവർ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു അത് സർജറി നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ MRI എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് പറഞ്ഞിരുന്നത് പോലെ തന്നെ അമ്മയുടെ അത് പൂർണ്ണമായി മാറി. അമ്മയ്ക്കിപ്പം സൗഖ്യം കൊടുത്തു. മാതാവ് ഇവിടെ എൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഇതിനും പുറമായിട്ട് ഒരുപാട് വലിയ ചെറുതുമായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് വേറെയും പറയാനുണ്ട്. സമയപരിധി മൂലം ഞാൻ നിർത്തുകയാണ്. ഇത്രയും ചെയ്തു തന്ന തിരുകുമാരനും ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും പത്രം കൊടുത്തുകൊണ്ടിരുന്നതൊക്കെയും ഓൺകോളജി പേഷ്യൻസിനൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി കൊടുക്കുമായിരുന്നു. ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പം ഇങ്ങനെ കുറേ പത്രങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അതെടുത്തിട്ട് ഞാൻ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു പത്രം. വെച്ചാൽ പള്ളിയിൽ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണല്ലോ വരുന്നത്, മാതാവിനെ അറിയാവുന്നവർ. അറിയാൻ വേദത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരിതിൽ ഞാൻ പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ ഒരു കൃപാസന മാതാവ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ എനിക്ക്. പിന്നെ എന്നെല്ലാവുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവർക്കും ഒരുപാട് സഹായം ചെയ്യുമായിരുന്നു. എന്നെല്ലാവുന്ന വിധത്തിൽ ഞാൻ എമൗണ്ടൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ അമ്മ എനിക്ക് ചെയ്തു തന്ന ഈ ഒരു വലിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരുടെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദേവമാതാവിനും തിരുകുമാരനും 1000 നന്ദി കൊടുത്ത് സമയം നിർത്തുന്നു. നിയമാവർത്തന പുസ്തകം 4:31. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. കൃഷ്ണപ്രിയ എന്ന ഈ മകൾ വലിയ സന്തോഷത്തോടുകൂടി ദുബായിൽ ഗവൺമെൻറ് ജോലി ലഭിച്ചതിന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുകയാണ്. മകൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, നാട്ടിൽ നിന്ന് വിദേശത്ത് ജോലിക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ചു, ഒന്നും നടന്നില്ല. വിദേശത്ത് പോയി ദുബായിൽ ചെന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നഴ്സായി ഏറെ ക്ലേശങ്ങളുണ്ടായിട്ടും താൽക്കാലിക ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുവാനായി തീരുമാനിച്ച ദിവസമാണ് അവിടെ ഗവൺമെൻറ്റിൽ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ വരുന്നത്. മകളെ സംബന്ധിച്ച് അത് വളരെ അപ്രാപ്യമായ ഒരു ജോലിയെന്നറിയാം. ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാർ അവിടെ ഉണ്ടെന്നറിയാം. എങ്കിലും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ പഠിച്ച പ്രൊഫഷന് മെച്ചപ്പെട്ട ഒരു ജോലി എന്നത് വലിയ ആഗ്രഹത്തോടു കൂടി സമർപ്പിച്ച നിയോഗമാണ്. ആ അവസാന മണിക്കൂറുകളിൽ, അവിടുന്ന് നാട്ടിലേക്ക് പോരുവാനുള്ള അവസാന മണിക്കൂറുകളിൽ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വരുമ്പോൾ എന്തായാലും പോയേക്കാം എന്ന് കരുതി മകളവിടെ ചെല്ലുന്നുണ്ട്. സന്ധ്യയ്ക്ക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പകലുള്ള ഇൻ്റർവ്യൂവിൽ ചെന്ന് പങ്കെടുക്കുന്നുണ്ട്. അത് അമ്മ മാതാവിൽ ആശ്രയിച്ച് മാത്രം പങ്കെടുത്തൊരു ഇൻ്റർവ്യൂ എന്ന് മകൾ പറയുന്നുണ്ട്. ഉടമ്പടി കാശുരൂപം അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകളും ചൊല്ലി ആ ഇൻ്റർവ്യൂവിൽ ചെന്ന് പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷവും അതോടൊപ്പം ഇൻ്റർവ്യൂവിൽ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ജോലി ഉറപ്പാക്കി മകൾ ഇന്ന് സുരക്ഷിതയാവുകയാണ്. മകൾ തിരികെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, ഇതെൻ്റെ മെറിറ്റല്ല, ഇതെൻ്റെ കഴിവല്ല, മറിച്ച് ദൈവകൃപയിൽ മാത്രം എനിക്ക് ലഭിച്ച ജോലിയാണ്. ഇത് ഞാനവിടെ ഒത്തിരി നാൾ ജോലി ചെയ്തത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചതിന് അമ്മ മാതാവ് എനിക്ക് നൽകുന്ന സമ്മാനമാണ്. ഇനി അതിനെ തെളിയിക്കുവാൻ മകൾ പറയുന്ന 1-2 വാക്കുകൾ ശ്രദ്ധേയമാണ്. അത് പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോഴൊക്കെ കൃപാസനം പത്രം പലയിടങ്ങളിലും ഇരിക്കുന്നതൊക്കെ കാണും. അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പരസ്യമായി ഈ സാക്ഷ്യം പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല, അല്ലെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നുവെന്ന് മകൾ പ്രഘോഷിക്കുകയാണ്. സ്വന്തമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൃപാസന മാതാവ് എന്ന പേരിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് ദൈവാനുഭവങ്ങളെ പങ്കുവെച്ചും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ടും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധമ്മയിലേക്ക് ചേർത്ത് നിർത്തുവാനും മകൾ നടത്തുന്ന ഇനിഷ്യേറ്റീവ് തുടക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഉടമ്പടി എടുത്തിരിക്കുന്നത് കേവലം എൻ്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല, ഉടമ്പടി എടുത്തിരിക്കുന്നത് ഈ അമ്മയുടെ മകളായി സന്തോഷത്തോടെ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള സ്നേഹത്തിലാണ്. അതാണ് നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത്. കേവലം ഏതെങ്കിലും 1-2 കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാണോ, അതോ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി കൃപാസനം അമ്മ മാതാവിൻ്റെ മക്കളായി ഈ ലോകത്തിൽ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള താല്പര്യമാണോ നമ്മളെ നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നത്? ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക്
ഒരു പുതിയ ജീവിതത്തെ പങ്കുവയ്ക്കുവാൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ സാധിക്കണം. അമ്മ മാതാവ് കാട്ടിത്തരുന്ന ശുശ്രൂഷയുടെ ജീവിതത്തെ പങ്കുവയ്ക്കുവാൻ സാധിക്കണം. ലോകത്തിൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഉടമ്പടി ജീവിതം ദൈവത്തിനും മനുഷ്യനും അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറ്റുവാൻ നമുക്ക് സാധിക്കുക. അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ നാളുകളിലും അമ്മയ്ക്കുണ്ടായ രോഗക്ലേശങ്ങളിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ തന്നെയാണ് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെട്ടതെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾക്കും ഈ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഇതെൻ്റെ മകള് നമിത. ഞങ്ങളൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് എൻ്റെ കൈ സ്ഥിരം വേദനയായിരുന്നു. കൈ ഡോക്ടറെ 2-3 പ്രാവശ്യം കാണിച്ചപ്പോഴും അത് 35 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷമാണ് വേറെ ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് കയ്യിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടത്. സിസ്റ്റ് അത്യാവശ്യം വലുതായിരുന്നു. അതിനുശേഷം അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറിക്ക് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൂടുതലായി പറയുന്നത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൂടുതൽ പൊങ്ങില്ല, റിവേഴ്സായിട്ട് അതിന് കമ്പി ഇടണമെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ ജോലിയും ചെയ്യുന്ന എൻ്റെ ജോലി കൊണ്ടാണ് വീടും കഴിയുന്നത്. ഞങ്ങൾ വളരെയധികം തകർന്നു പോയിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞ് 3 മാസം ഫിസിയോതെറാപ്പി ചെയ്തു. എന്നിട്ടും കൈ അത്ര ശരിയായില്ലായിരുന്നു. പക്ഷേ കമ്പനിയിൽ നിന്ന് ജോലി മാറ്റി വേറെ ജോലി അത്യാവശ്യം ചെയ്യാവുന്ന ജോലിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. എന്നെ സർജറിക്ക് കയറ്റാൻ നേരത്ത് ഞാൻ വളരെയധികം കരഞ്ഞായിരുന്നു. സർജറിക്ക് തൊട്ട് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞത്, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, കൃപാസനം മാതാവിനെ വിളിച്ചോ, മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നോ, അച്ഛനെ കണ്ട് സാക്ഷ്യം പറഞ്ഞോ, മോൾക്ക് എന്തായാലും മോൾക്കിത് പറ്റും, ഇത് കൈ ശരിയാവും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ചാണ് പിന്നെ പ്രാർത്ഥന ചെറുതായി തുടങ്ങിയത് തന്നെ. അതിനുശേഷം ജോലി സ്ഥലത്ത് ചെന്ന് പതിയെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാലും കൈ ശരിയായില്ല. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് സ്ഥിരം പിന്നെ ഞങ്ങൾ അറിയില്ല എങ്ങനെയാവും മാതാവിനെ രാവിലെയും വൈകുന്നേരം വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കണേന്ന് എനിക്കറിയില്ല. ഡോക്ടർക്കിടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് 40% പോലും ശരിയാവില്ല എന്ന് വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഇത് 80% ഓക്കെ ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മോൾക്ക് പുറത്തുപോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളതിന് വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. അങ്ങനെയാണ് PT എഴുതി അവൾ പാസ്സായി കഴിഞ്ഞ് ആദ്യത്തെ ഏജൻസിയിൽ ഓസ്ട്രേലിയക്ക് വിസ ഉള്ള കാര്യങ്ങൾ ചെയ്തു. എല്ലാം ആ സമയമായപ്പോൾ അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റി അത് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതോടുകൂടി ആകെ വിഷമായി. രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി ശ്രമിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒരുവിധം തടസ്സങ്ങളോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തടസ്സങ്ങളിലും ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന നേരായ രീതിയിലായിരുന്നില്ല. എല്ലാം സമയത്തിന് നടത്താനും പറ്റിയില്ല. അതുകൊണ്ടായിരിക്കണം മാതാവ് എന്നെ പരീക്ഷിക്കുകയും ചെയ്തു. മോൾക്കിടെ ആ വിസ റിജക്റ്റായി. അതോടുകൂടി മാനസികമായി ആകെ തകർന്നു. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുകയും ചെയ്തു, മാതാവേ എൻ്റെ തെറ്റുകൾ എന്നോട് പുറത്ത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ കുഞ്ഞിനെ കൊണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത വിസയ്ക്ക് വെച്ചത്. ആ വിസയ്ക്കും തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലിരിക്കും. ഞാൻ മാതാവിനോട് കരഞ്ഞു പറയും, മാതാവേ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റി തന്നേക്കണേന്ന്. എത്ര വലിയ മല പോലെ വരുന്ന തടസ്സങ്ങളും അതെങ്ങനെയാണെന്നറിയില്ല, അത് മാറിക്കിട്ടും. മാതാവ് അത് നടത്തി തരും. വിസ വയ്ക്കാൻ ചെല്ലണ സമയത്ത് പോലും പൈസ അക്കൗണ്ടിൽ നിന്ന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ബ്ലോക്കുകൾ. പക്ഷെ അത് നിമിഷം നേരം കഴിയുമ്പോൾ അത് മാതാവിൻ്റെ ആ കാശ് രൂപത്തിയിട്ട് ഞാനൊന്ന് ചേർത്ത് നെഞ്ചോട് പിടിക്കുമ്പോഴത്തേക്കും അതെങ്ങനെയോ അത് മാറിപ്പോവുക. ചൊവ്വാഴ്ച മോൾക്ക് വിസ വെച്ചു, വ്യാഴാഴ്ച മോൾക്ക് വിസ കിട്ടി. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ എനിക്കിപ്പം മാതാവിനെ വിട്ട് ഒന്നും വിളിക്കാൻ പോലും പറ്റില്ല.
എല്ലാത്തിനും എന്ത് കാര്യത്തിനും മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ അത് ഉറപ്പമായിട്ട് അതിന് ഫലം കിട്ടും. അത് സത്യം തന്നെയാണ്. എൻ്റെ പേര് നമിത ജയൻ. എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നത്. അന്ന് എനിക്ക് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ രണ്ടാമത് വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ അവിടെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് റിജക്റ്റ് ആയി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിരുന്നു. എന്നാലും ഞാൻ എൻ്റെ മനസ്സിലെ ധൈര്യം കൈവിട്ടില്ല. പിന്നെ രണ്ടാമത് ഒന്നും കൂടെ ഉടമ്പടി പുതുക്കി ഞാൻ പിന്നെയും പ്രാർത്ഥന തുടങ്ങി. മുട്ടുകുത്തി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ വൈകുന്നേരം എപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ കരച്ചിൽ മാത്രമായിരുന്നു കണ്ടത്. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ അമ്മയുടെ ആഗ്രഹമെങ്കിലും നീ സാധിച്ചു കൊടുക്കണേന്ന്. അങ്ങനെ എനിക്ക് തന്നെ അത്ഭുതമായി തോന്നി. ഞാൻ ചൊവ്വാഴ്ച വെച്ച് വ്യാഴാഴ്ച രാവിലെ തന്നെ എനിക്ക് പാസ്സായി. അതിന് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ അമ്മയുടെ അസുഖം തീർത്തതിനും അതിന് തന്നെ ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ 1:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഓരോ മക്കൾക്കും കഴിയുന്നത്, അതിനെ അവരെ യോഗ്യരാക്കുന്നത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനം അത് എങ്ങനെയാണ് വ്യക്തികൾ പാലിക്കുക, തങ്ങൾ ഏത് പരിതസ്ഥിതിയിൽ നിന്ന് വരുന്നവരാണ്, തങ്ങൾക്കിന്ന് എങ്ങനെയാണ് ഈശോയും അമ്മയും നെഞ്ചോട് ചേർത്ത് കാശുരൂപം പിടിച്ച് പറയുന്ന ഒരു കാര്യവും അമ്മ നിരസിക്കില്ല. ഈ കാശുരൂപം ഒന്ന് മുറുകെ പിടിച്ച് എവിടെ പോയാലും അവിടെയൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുന്നു. അതായത് കുടുംബത്തിൻ്റെ ഒരംഗമായിട്ട് നാം അമ്മയെ കൂടെ കൂട്ടണം. നാം എവിടെയോ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും, അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതോ ഒരു മൂലയിലുള്ള ഒരു ദൈവവും അതല്ല. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടിയിട്ട് വഴികൾ തുറക്കുന്ന ദൈവം, മല പോലെ വരുന്ന പല പ്രശ്നങ്ങളും ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യെശയ്യാ 45 നാം വായിക്കുന്ന തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങൾ ഇതൊക്കെ അന്വർത്ഥമാവുകയാണ്. ഉടമ്പടി ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഈ അമ്മയും മകളും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തങ്ങൾക്ക് റിജക്റ്റായ വിസ 2 ദിവസം കൊണ്ട് വീണ്ടും തങ്ങൾക്ക് എങ്ങനെ അത് ലഭിക്കുന്നു? ഇതൊക്കെ മനുഷ്യന് ഒരിക്കലും സാധിക്കില്ലാത്ത കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നടത്തുന്നത്. ഈശോയോട് നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മ നടത്തുന്ന ഒരു പ്രാർത്ഥനകളും വ്യർത്ഥമല്ല. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അമ്മയ്ക്കും തിരുക്കുമാരനും പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് അമ്മയെ സ്തുതിച്ച് സാക്ഷ്യം പറയുവാനുള്ള അനുഗ്രഹം തന്നതിന് ഞാൻ അമ്മയോട് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞാൻ 30/5/2023 ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നന്ദി പറയാനാണ് ഞാനും എൻ്റെ മോളും ഇന്നിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഷീല ജോൺസൺ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വടക്കനാട് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ മകൾ രാഗിൻ മരിയ ജോൺ. ഇവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മകൾക്ക് 6 വർഷമായിട്ട് പീരീഡ്സ് ആകുമ്പം അതിയായ വയറുവേദനയായിരുന്നു. അവൾക്ക് വയറുവേദന വന്നു കഴിഞ്ഞാൽ അവൾക്ക് കിടക്കാൻ മേല, ഇരിക്കാൻ മേല, അവൾക്ക് നിൽക്കാൻ മേല. അവൾ അനുഭവിക്കുന്ന വേദന ഞാൻ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത്രയേറെ വേദനയായിരുന്നു എൻ്റെ കുഞ്ഞിന്. അവൾ വേദന വന്നു കഴിഞ്ഞാൽ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, മമ്മി ഈ ഒരു വേദന എനിക്ക് വരുമ്പം എനിക്ക് മരിച്ചാലോ എന്ന് തോന്നുക, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതല്ലേ മമ്മി, അത്രയേറെ വേദനയാണ്. ഒരു മരണവേദന എന്താണോ അതാണ് എൻ്റെ കുഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട് നിസ്സഹായമായിട്ട് കരയാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അവളെ നേഴ്സിങ്ങിന് കൊണ്ട് ചേർത്തു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എൻ്റെ കുഞ്ഞിന് ഈ വയറുവേദന വന്നാൽ അവൾ എങ്ങനെയാണ് ഹോസ്റ്റലിൽ പോയിട്ട് ഈ വേദന സഹിച്ച് കഴിയുക? എനിക്ക് സഹിക്കാൻ മേലായിരുന്നു. ഞാൻ അമ്മയോട് എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും. അവളെ ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തപ്പം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും അവളുടെ കയ്യിൽ കാശുരൂപവും ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് മേടിച്ച കാശുരൂപവും കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു എന്നും പ്രാർത്ഥിക്കണമെന്ന്. എല്ലാ ദിവസവും ഞാൻ മുട്ടുകുത്തി നിന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ
അടുത്ത മാസം അവൾക്ക് വയറുവേദന വരുമ്പോൾ അവളുടെ കൂടെ അമ്മ കൂട്ടുകാരെ ആരെയെങ്കിലും വിട്ട് ഒരു ആശ്വാസം കൊടുക്കണേ. എൻ്റെ മനസ്സ് മുഴുവൻ അവൾ വേദന വരുമ്പം എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നിയ ആ ഒരു അവസ്ഥ മാത്രമായിരുന്നു. പിറ്റേ മാസമായപ്പോഴേക്കും ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേ മാസം ഇവളെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അന്നു മുതൽ എൻ്റെ അമ്മ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനെ ആ വയറുവേദന വരുത്തിയിട്ടില്ല. അവളെ പൂർണ്ണമായിട്ടും ആ വേദനയിൽ നിന്ന് അവളെ സുഖപ്പെടുത്തി തന്നി അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവൾക്ക് കണ്ണിലൊരു നീർക്കെട്ട് വരികയും കണ്ണിനൊരു മൂടൽ പോലെ വരികയും ചെയ്തു. ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ കൊണ്ടുപോയി കൽപ്പറ്റ ഹോസ്റ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോട് കോൺട്രാക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കോൺട്രാക്റ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് പരിശോധനകൾ നടത്തിയപ്പം ഒരു കുഴപ്പമില്ലെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കുഞ്ഞിന് ഒരു കുറവുമില്ലായിരുന്നു. ഞാൻ ഇവൾക്ക് നേർച്ച വസ്തുക്കൾ കൊടുത്തു വിടുകയും തൈലം അവളുടെ കണ്ണിൽ പുരട്ടുകയും ഉപ്പ് ഉപയോഗിച്ച് വെള്ളം ഉള്ളിൽ കുടിക്കാനും കൊടുത്തു. അവളുടെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ച് അവൾ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവൾ പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് ആ രോഗം പിന്നീട് ഇന്ന് വരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ അവൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല. എപ്പോഴും ടെൻഷൻ അടിക്കുമായിരുന്നു. മമ്മി പരീക്ഷ എഴുതുമ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്ന്. ഞാനിവിടുന്ന് ഉടമ്പടി കാശ് രൂപം ഞാൻ അവളുടെ കയ്യിൽ പരീക്ഷ സമയത്ത് കൊടുത്തു വിട്ട് ഉപ്പ് അവൾ കൊണ്ടുപോയി. അതുപോലെ തന്നെ തൈലവും നെറ്റിയെ പുരട്ടി അവൾ പോയി പരീക്ഷ എഴുതി. അവൾക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനുള്ള കൃപ മാതാവും ഈശോയും കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങളുടെ വീട് ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു മെയിൻ്റനൻസ് പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഞങ്ങൾ ലോൺ എടുത്തു. ആ പൈസ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ലോൺ എടുത്ത് വീടിൻ്റെ പണി മെയിൻ്റനൻസ് പണി ചെയ്തു. 3-4 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അത് അമ്മയും ഈശോയും ഞങ്ങൾക്ക് വീട്ടിൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ബസ്സില്ലെങ്കിൽ ഞങ്ങൾ അടുത്തുള്ളവരുടെ വണ്ടിയിലാണ് ദൂരേക്ക് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഒരു വണ്ടി വേണമെന്ന് ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചായിരുന്നു. മാതാവ് അതും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈശോയും അമ്മയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളുടെ വീടിനടുത്ത് അനാഥാലയങ്ങളിലും ആശുപത്രികളിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനൊന്നും അവരെയൊക്കെ പോയി കണ്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഒരിക്കലും അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനങ്ങൾ എല്ലാ മാസവും ഞാൻ കൂടുമായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിലും കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും നിങ്ങൾ അടുത്തുള്ളവർക്ക് പോയി ചെയ്താലും മതി, നിങ്ങൾക്ക് ദൂരെ പോകാൻ പറ്റാത്തവർ. അപ്പോൾ ഞാനങ്ങനെ അവിടെ അടുത്തുള്ള വീടുകളിൽ പാവപ്പെട്ട ആദിവാസികളായ പ്രായമായ അമ്മമാരും മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക, പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള കാരുണ്യപ്രവൃത്തികളൊക്കെ ഞങ്ങൾ ചെയ്യും. പത്രം കൊണ്ടുപോയിട്ട് ഞങ്ങൾ ബത്തേരിയിലും സ്റ്റാൻഡിലും ആശുപത്രികളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. 10 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്. ഇത്രയും നാളായിട്ടും ഞങ്ങൾക്ക് അംഗൻവാടി ജോലി സ്ഥിരപ്പെടുത്തിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് അതും ചെല്ലുമായിരുന്നു, അമ്മേ ഞങ്ങൾക്ക് ആ ജോലി ഒന്ന് സ്ഥിരപ്പെടുത്തി കിട്ടണമെന്ന്. ഇപ്പോൾ ഞങ്ങൾക്കൊരായെ തന്ന് ഇപ്പോൾ ഞങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്തി തന്ന് അനുഗ്രഹിച്ച ഞങ്ങളുടെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഷീല ജോൺസൺ എന്ന ഈ സഹോദരി മകളുടെ വളരെ ക്ലേശപൂർണമായ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും തുടർച്ചയായി നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്നും ഈശോയുടെ ലഭിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യം സഹോദരി പറയുന്നത് മകളുടെ വയറുവേദനയാണ്. വളരെ കലശലായ വയറുവേദനയും അത് സഹിക്കുവാനാവാത്ത വിധം മകളാകെ വിഷമിച്ച് മാസങ്ങൾ ഓരോന്നും തള്ളി നീക്കിയതിനെയും മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തെന്ന ഏറ്റവും കാര്യമായി അമ്മ വെച്ച നിയോഗവും അത് തന്നെയായിരുന്നു. മകൾ നേഴ്സിംഗ് പഠനത്തിന് പോകുന്നു, വീട്ടിൽ നിന്ന് അകന്നു മാറി ഹോസ്റ്റലിൽ താമസിക്കുന്നു. എല്ലാ മാസവും മകൾ വലിയ മനോവിഷമത്തോടുകൂടി മരണതുല്യമായ വേദന അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് മകളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 2 വർഷത്തോളമായി ഒരിക്കൽ പോലും പിന്നീട് ആ അസഹ്യമായ വേദനയിലൂടെ മകൾ കടന്നുപോയിട്ടില്ല. പൂർണ്ണമായ ശാന്തതയും സൗഖ്യവും ആരോഗ്യവും മകൾക്ക് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്.
എത്ര വലിയ ഭാരങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് നിസ്സാരമായി ലഘൂകരിച്ചു തരുവാൻ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണത്തിന് സാധിക്കുമെന്ന് ഈ കുടുംബം ഏറ്റുപറയുകയാണ്. 2004 ഡിസംബർ 7-ാം തീയതി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിൻ്റെ അടയാളങ്ങളാണ്: 1, ഭാരങ്ങൾ ലഘൂകരിച്ചു തരിക; 2, അസാധ്യമെന്ന് കരുതുന്നവ വേഗത്തിൽ നമുക്ക് സാധ്യമാക്കി തരിക; 3, സമയം ചുരുക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ നമുക്ക് സാധിച്ച് അനുവദിച്ചു തരിക; 2, മകളുടെ നേഴ്സിംഗ് പഠനം, അത് മലയാള ഭാഷയിലെല്ലാം പഠിച്ച മകൾ അവിടെ ചെന്നപ്പോൾ ഒട്ടും തന്നെ പഠിക്കുവാൻ, പരീക്ഷ എഴുതുവാൻ പറ്റാത്ത വിധത്തിൽ ക്ലേശിച്ചപ്പോൾ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ഉപ്പ് അത് പരീക്ഷാമുറികളിൽ വിതറുകയും ഉടമ്പടി കാശുരൂപം കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് പരീക്ഷ എഴുതുകയും ചെയ്തതിലൂടെ വേഗത്തിൽ പരീക്ഷകൾ എഴുതുവാനും നന്നായി പരീക്ഷ എഴുതി വിജയിക്കുവാനും മകൾക്ക് സാധിച്ചു എന്ന സന്തോഷമാണ് അമ്മ പങ്കുവയ്ക്കുന്നത്. 3, കണ്ണിൽ വന്ന തടിപ്പും അതിലൂടെ വന്ന കാഴ്ചയ്ക്ക് വന്ന മങ്ങലും ഒക്കെ മാറുന്നതിന് ഉടമ്പടി തൈലം പൂശുകയും അതോടൊപ്പം ഉടമ്പടി ഉപ്പ് നേരിയ ചുടുവെള്ളത്തിൽ മകൾ കഴിക്കുകയും ചെയ്തതിലൂടെ അതിലും മകൾക്ക് ലഭിച്ച സൗഖ്യാനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കുടുംബത്തിൽ ലഭിച്ച മറ്റ് അനുഗ്രഹങ്ങളെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1, സഹോദരിയുടെ ജോലി സ്ഥിരപ്പെട്ടത്; 2, ഭവനത്തിൽ ലഭിച്ച പ്രത്യേകമായ സംരക്ഷണങ്ങൾ; 3, വാഹനം മേടിക്കുവാൻ സാധിച്ചത്. ഓരോന്നും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഉടമ്പടിക്കാലം അത് അനുഗ്രഹത്തിൻ്റെ ജീവിതകാലമെന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ പരിശുദ്ധമ്മയുടെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധമ്മയുടെ സംരക്ഷണയിലേക്ക് നമ്മളെ തന്നെ പേർത്തും സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണയിലൂടെ ഈശോ തമ്പുരാൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ യോഗ്യരാക്കുന്നു എന്നത് തന്നെയാണ്. നമ്മൾ കുറവുള്ളവരാണ്, നമുക്കില്ലായ്മകളുണ്ട്. ഈ കുറവുകളിലും ഇല്ലായ്മകളിലും പരിശുദ്ധമ്മയുടെ കൃപയുടെ സമൃദ്ധിയാണ് നമുക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുക. കോടിക്കണക്കിന് ജപമാലകൾ ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് ആരാധനകൾ ദൈവസന്നിധിയിലേക്ക് ഈ ആലയത്തിൽ നിന്ന് സമർപ്പിക്കപ്പെടുന്നുണ്ട്. അനേക മനുഷ്യർ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും അഖണ്ഡ ജപമാലകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിയോഗം സമർപ്പിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളുടെയൊക്കെ കൃപയുടെ സമൃദ്ധിയാണ് നമ്മുടെ നിയോഗങ്ങളെ ഉടനടി പരിഹാരമായി ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ മാറ്റി സന്തോഷവും സംരക്ഷണവും നൽകി സഹായിച്ചു കൊണ്ടിരിക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതിനൊപ്പം നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കണ്ണീരിനെ, നമ്മുടെ ഇല്ലായ്മയെ ദൈവസന്നിധിയിലേക്ക് ഏറ്റെടുത്ത് പരിശുദ്ധ കൃപാസന മാതാവ് വേഗത്തിൽ അനുഗ്രഹമായി, സംരക്ഷണമായി, സഹായമായി നമുക്ക് വേണ്ടി നിലകൊള്ളണമേ എന്ന് ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തെയും നമുക്ക് സമർപ്പിക്കാം. അവനും തിരുക്കുമാരനും കോടാനുകോടി സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോസ്, വൈഫിൻ്റെ പേര് അഗിൻ. ഞങ്ങൾ പാലാ രൂപതയിൽ ചിറ്റാർ ഇടവയിൽ നിന്നുമാണ് വരുന്നത്. കൃപാസന മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2019 നവംബർ 29-നാണ്. വൈഫാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് 2008 ജാനുവരി 12-ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അതിനാൽ ഒരുപാട് വിഷമിച്ചു. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം നടന്നു. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എന്ന് വേണ്ട ചികിത്സ ചെയ്യാത്തതൊന്നും തന്നെ ഇല്ല. അതിനിടയ്ക്ക് 2 IVF കഴിഞ്ഞു. എല്ലാം പരാജയമായിരുന്നു. ഞങ്ങൾ വേറെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വിഷമിച്ചിരുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഇവിടുത്തെ ഉടമ്പടി വ്യവസ്ഥകളെല്ലാം, ഞങ്ങൾ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആ ആഴ്ച തന്നെ അബുദാബിക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി വെഞ്ചരിച്ച തൈലവും ഉപ്പുമെല്ലാം ഞങ്ങൾ കൃത്യതയോടെ ഉപയോഗിച്ചു. വയറ്റിൽ എന്നും കുരിശ് വരയ്ക്കുകയും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും അതുപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും കാരുണ്യ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് പത്രം വിതരണം ചെയ്യുക, ഇംഗ്ലീഷ്, മലയാളം, മെഡിസിൻ എല്ലാം ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുകയും അവർ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് ഞങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യതയോടെ പാലിച്ചു.
അതിനുശേഷം അപ്പോഴാണ് കൊറോണയെല്ലാം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു ഈ ഉടമ്പടി എടുത്തതിലൂടെ. അതിനുശേഷം 2020 ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ ഉടമ്പടി വ്യവസ്ഥകളെല്ലാം കൃത്യതയോടെ പാലിച്ച് മുന്നോട്ട് പോയി. വീണ്ടും ഞങ്ങൾ 2022 ഞങ്ങൾ 2 പേരും വന്ന് ഉടമ്പടി പുതുക്കുകയുണ്ടായി. ആ ഉടമ്പടി പുതുക്കിയ സമയത്താണ് ഞങ്ങൾക്ക് അച്ഛനെ കാണാനായിട്ട് സാധിച്ചു. അച്ഛന് ഞങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളോട് ചോദിച്ചു രണ്ടിനും വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് അച്ഛൻ സൈത്തിൽ കൈമുക്കി അടിവയറ്റിൽ കുരിശ് വരച്ചോളാൻ പറഞ്ഞു. തലയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ ഇവിടുന്ന് പോയി. അപ്പോഴും ഉടമ്പടി വ്യവസ്ഥകളെല്ലാം കൃത്യതയോടെ പാലിച്ചു. ഞങ്ങൾ തിരിച്ച് അബുദാബിയിലെത്തി. 3 മാസമായപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് കൺസീവായി. ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ 1-2 മാസത്തിനുള്ളിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നു. ഇവൾക്ക് പെട്ടെന്ന് കൊറോണ കയറി പിടിച്ചു. ആ സമയത്ത് കൊറോണയെല്ലാം തീർന്ന ഒരു സമയമായിരുന്നു. അതുവരെ കൊറോണ വരാതിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഇവൾക്ക് കൊറോണ പിടിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ബ്ലീഡിങ് ആയി, ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ എല്ലാം കടന്നുപോയി. എന്തായാലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി വ്യവസ്ഥകളെല്ലാം കർശനമായി പാലിച്ച് മുന്നോട്ട് പോയി. കാശുരൂപം തൈലം എല്ലാം ഞങ്ങൾ എന്നും മുക്കി കുരിശ് വരയ്ക്കുകയും അതുപോലെ ഉപ്പെല്ലാം ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. വിശുദ്ധ കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം കൃത്യതയോടെ ഉപയോഗിച്ചു. അങ്ങനെ 2023 ജൂൺ 14 ഞങ്ങൾക്ക് ഒരു മോളെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. മാതാവിൻ്റെ കൃപയാൽ മോൾക്ക് ഞങ്ങൾ പേരിട്ടു മറിയ സെറാഫിന. ഇങ്ങനെയാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. മോള് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അവൾക്ക് നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ 1.5 വയസ്സായി. ഇന്ന് 1.5 വയസ്സ് കറക്റ്റായ ദിവസമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു വലിയ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുകൂടാണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മറ്റ് അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടി. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ സമയത്ത് വൈഫിന് ജോലി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അപ്രതീക്ഷിതമായിട്ട് പൂട്ടുകയും 3-4 മാസത്തെ ശമ്പളവും ഗ്രാറ്റുവിറ്റി അതെല്ലാം ഞങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗം ഞങ്ങൾ ഇവിടുന്ന് പോയി തിരിച്ചു വന്നതിന് ശേഷം അവൾ ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടുകയും ആ ഒരു ഉടമ്പടി നിയോഗം പ്രത്യേകം ഞങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ സാധിച്ചു കിട്ടുകയും ചെയ്തു. അതുപോലെ എനിക്കും ജോലി മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജോലിയിൽ 8-9 വർഷമായിട്ട് ഒരു ഉയർച്ചയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഈ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പ്രൊമോഷൻ കിട്ടുകയും ശമ്പള സ്കെയിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, അതുകൂടാണ്ട് ആത്മീയപരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നേരത്തെ ഒരു സാധാരണ വിശ്വാസി എന്ന രീതിയിൽ ഞായറാഴ്ച ദിവസം മാത്രം പള്ളിയിൽ പോവുകയും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്ന ഞാൻ മിക്കവാറും പരമാവധി ദിവസങ്ങളിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ബൈബിള് എല്ലാ ദിവസവും തന്നെ ഒരു അരമണിക്കൂറെങ്കിലും ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങുകയും ഒക്കെ ചെയ്തു. അതുപോലെ കൊന്ത ചെല്ലുവാനായിട്ട് ഒരു കൃപദൈവം തന്നു. ഒരു ദിവസം ഒരു 4 കൊന്തയെങ്കിലും പല സമയങ്ങളിലായിട്ട് ചെല്ലാനായിട്ടുള്ളൊരു കൃപയുണ്ടായി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഉടമ്പടി എടുത്തതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് അഗിൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജോലി കിട്ടുന്നത് മാത്രമല്ല, ഞാൻ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വെച്ച പല കാര്യങ്ങളും നടന്നു. ഒരാൾക്ക് IELTS പാസ്സായിട്ട് അയർലൻഡിൽ പോകാൻ പറ്റി. പിന്നെ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു ഡയാലിസിസ് സെൻറ്ററിലാണ്. അപ്പോൾ ഞാനവിടെ ഒരു മലയാളി ഒരു ചേട്ടനും 2 ഇന്ത്യൻസ് അല്ലാത്ത 2 നാഷണാലിറ്റികൾക്കും ഇംഗ്ലീഷ് പേപ്പറും കൊടുത്തായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ മാതാവിൻ്റെ ഇത് കാര്യം പറഞ്ഞ് കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നു കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിശ്വാസവും എല്ലാം ഞങ്ങൾ മുഖേന ഉണ്ടായിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകം 26:9 തിരുവചനം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2008 തങ്ങളുടെ വിവാഹം കഴിഞ്ഞു. തങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖത്തിൽ ഈ മക്കളുടെ ആ ദുഃഖം ഇവിടെ എങ്ങനെയാണ് കൃപാസന അൾത്താരയിൽ ഫലമണിയുന്നത്, അത് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്തു. എന്നാൽ അതിലൊന്നും യാതൊരു
റിസൾട്ടും ലഭിച്ചില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നുവെന്നും തങ്ങൾക്ക് ആത്മീയമായിട്ട് ഒത്തിരിയേറെ വളരുവാനായിട്ട് സാധിച്ചു, ഉടമ്പടി മറ്റൊരു വ്യക്തിയാക്കി തന്നെ മാറ്റി എന്നൊക്കെ ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും ഇവർക്ക് കിട്ടിയ കുഞ്ഞ് ഇവർക്ക് ദൈവത്തിൻ്റെ ദാനമായിട്ട് കിട്ടി. അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴി തുറക്കുകയാണ്. അങ്ങനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനൊക്കെ ഇവർക്ക് കഴിഞ്ഞതിന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിജ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2022 അന്ന് ഉടമ്പടി എടുക്കാതെ ഞാൻ തിരിച്ചുപോയി. ഉടമ്പടിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും 6 വർഷമായിട്ട് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. 2023 തൊട്ട് ഞങ്ങളെ മകളെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമായിരുന്നു ഇറ്റലിയിലേക്ക്. പക്ഷേ പേപ്പർ വർക്കുകളെല്ലാം തടസ്സമായിരുന്നു. പിന്നെ 2023 തന്നെ ഇവക്ക് ഛർദി തുടങ്ങി, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇവിടുത്തെ വയനാട്ടിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കാണിച്ചു, ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് മിംസിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഛർദിക്ക് ഒരു മാറ്റം വന്നു, പക്ഷെ എല്ലാ മരുന്നുകളും അവൾക്ക് അലർജി ആവാൻ തുടങ്ങി. ആൻറ്റിബയോട്ടിക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, പാരാസെറ്റമോൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏത് മരുന്ന് കഴിച്ചാലും ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് ഭയങ്കരമായിട്ട് ശരീരം വീർക്കുമായിരുന്നു വന്നിട്ട്. അങ്ങനെ 2024 ജനുവരിയിൽ ഞാൻ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ഓൺലൈനായാലും ഉടമ്പടി എടുത്തു. പിന്നെ ഇവർക്ക് അസുഖം കൂടിയപ്പോൾ ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്ന് 2023 ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നു ജോയിൻറ്റ് തീർത്ഥാടന ഉടമ്പടിയായിട്ട് എടുത്ത് അന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇവിടെ കൊണ്ടുപോകാൻ കണക്കാക്കിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും അവിടെ പേപ്പർ വർക്കുകളെല്ലാം ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അവർ ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ് തരണം. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ബ്ലോക്കായിപ്പോയപ്പോൾ അവർ പറഞ്ഞു ഇനി ഡോക്യുമെൻറ്റ് മുന്നോട്ടേക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏപ്രിൽ ലാസ്റ്റിന് ഞാനും എൻ്റെ ഹസ്ബൻഡും തിരിച്ചു പോയി. ഇവിടെ നിന്ന് ഞാൻ ഇറ്റാലിയൻ പത്രവും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ചെന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ജോലി ചെയ്യുന്നവിടുത്തെ എല്ലാവർക്കും ഞാൻ കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞ് അവർ ജോലി ചെയ്യുന്ന അവർ തന്നെ പറഞ്ഞു ഓക്കെ ഞങ്ങൾ നോക്കട്ടെ എങ്ങനെ ചെയ്യാൻ പറ്റും പേപ്പർ വർക്കുകളെന്ന് പറഞ്ഞു. ഒരു 15 ദിവസം കൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും അവരെനിക്ക് ചെയ്തു തന്നു. പക്ഷെ കിട്ടാൻ താമസം എടുത്തു. ഒക്ടോബർ ആദ്യമാണ് എനിക്ക് ഇവളെ വിസ അവിടെ നിന്ന് അടിച്ചു കിട്ടിയത്. ഞാൻ ഒക്ടോബർ ലാസ്റ്റ് നാട്ടിൽ വന്ന് നവംബർ 2-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പം തന്നെ ഞാൻ അച്ഛനെ കണ്ടു ഇവക്ക് വേണ്ടിയിട്ട്, കാരണം അലർജി കാരണം പറഞ്ഞ അച്ഛനെ ഞാൻ കണ്ടു, പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് പോയി. അന്ന് ഇവിടുന്ന് വീട്ടിൽ ചെന്ന് പിന്നെ ഇവക്ക് പനിയും ഭയങ്കരമായിട്ട് കഫക്കെട്ടും തുടങ്ങി. അവിടെ ചെന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ 2ാമതും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇനി ഡോക്ടറെ അടുത്ത് ഇവക്ക് അലർജി ഉണ്ടെന്ന് പറയാൻ നിൽക്കണ്ട, ഒരു മരുന്നിനും ഒന്നും പറയണ്ട, കാരണം അച്ഛനെ കണ്ട് നമ്മൾ വന്നതല്ലേ എന്ന് പറഞ്ഞു. അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് എഴുതി ഡോക്ടർ, അത് കൊടുത്തു, വീട്ടിൽ വന്ന് കൊടുത്തു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 2ാമത് പിന്നെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയപ്പം ആ ഡോക്ടറും ഇവക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. ഇപ്പോൾ ഒരു മരുന്നിനും ഒരു കുഴപ്പമില്ല, എല്ലാ മരുന്നും ഇവക്ക് കഴിക്കാം. ഇവിടെ കാലിന് ജന്മന ഒരു ചെറിയ വളവുണ്ടായിരുന്നു, അത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ മാറ്റിയതായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് മാസമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു, അത് ഞാനന്ന് അച്ഛനോട് പറഞ്ഞായിരുന്നു. അതിനും അച്ഛൻ പ്രാർത്ഥിച്ചു, ഇപ്പം കാലിനും കുഴപ്പമില്ല. ഇപ്പം അവിടെ നിന്ന് വിസ അടിച്ച് കിട്ടി, ഇവിടെ വന്ന് ഇവിടുത്തെ അവിടെ പാസ്പോർട്ടിലേക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഈ 22-ാം തീയതി ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുപോലെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തത് ഈ പത്രം ഞാൻ ഇവിടെ എല്ലാവർക്കും ഞാൻ ബസ് സ്റ്റോപ്പിലും അതേപോലെ ബസ്സിലും ഞാൻ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഒരു കെട്ട് പത്രം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ബാഗിൽ വയ്ക്കും. അത്യാവശ്യം ഞാൻ പ്രാർത്ഥിച്ച് വയ്ക്കും, അമ്മ ഇതിന് അത്യാവശ്യമുള്ളവരെ നീ എനിക്ക് കാണിച്ചു തരണേ. ഞാൻ അങ്ങനെയുള്ളവർ തിരഞ്ഞാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ ഞങ്ങൾ 3-4 പേര് കൂടി ഒന്നിച്ചു പോയി. അവർ കിടപ്പ് രോഗികളാണ് കൂടുതലും, അവരെ കുളിപ്പിച്ചു കൊടുക്കും, അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുക്കും, അവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണവും ഞങ്ങൾ ഇടയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട് പ്രാർത്ഥനയുടെ, അവർ പറയും ഇന്ന സ്ഥലത്ത് ഇന്ന രോഗികളുണ്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അപ്പോൾ ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്ത്
ആ രീതിയിൽ അവരെ ഞങ്ങൾ സഹായിക്കും. ഇതേപോലെയാണ് എല്ലാം ചെയ്യുന്നത്. ഇത്രയും എല്ലാം ചെയ്തെന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാവേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. സിജോ ഷൈജു എന്ന ഈ സഹോദരി മകൾക്ക് വേണ്ടി സമർപ്പിച്ച വിവിധ നിയോഗങ്ങൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓൺലൈനായി ഉടമ്പടിയെടുത്ത് മകളെ കൂടെ താമസിപ്പിക്കുവാൻ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ആദ്യം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നിരന്തരമായ തടസ്സങ്ങളും അതിൻ്റെ പ്രോസസ്സിൽ കുറേ പ്രശ്നങ്ങളുമായി കുടുംബമേറെ പ്രയാസപ്പെട്ടിരുന്നു. എന്നാൽ ആ നാളുകളിലൊക്കെയും അമ്മ മാതാവിൻ്റെ സംരക്ഷണം വഴി അവിടെ സ്പോൺസറായിരിക്കുന്ന കുടുംബം വീണ്ടും പരിശ്രമങ്ങൾ തുടരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുത്തുകൊണ്ട് തടസ്സങ്ങൾ മാറ്റിക്കൊടുത്തുകൊണ്ട് മകളെ വിദേശത്ത് പോകുവാനുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങൾ പൂർത്തിയായി വിസ ലഭിച്ചതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ അമ്മ മാതാവിന് നന്ദി പറയുന്നത്. രണ്ടാമത് പങ്കുവെച്ച ഒരു വിഷയം, മകൾക്ക് അലർജി ഉള്ളതുകൊണ്ട് മരുന്നുകളൊന്നും കഴിക്കുവാൻ പറ്റുന്നില്ലായിരുന്നു. ഏത് അസുഖം വന്നാലും പാരസെറ്റമോൾ ഒഴികെ മറ്റൊന്നും കൊടുക്കുവാനാവാത്ത വലിയ പ്രയാസവും അതിലൂടെ രോഗങ്ങൾ കലശലാകുന്ന രീതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച നാളുകളിലാണ് ആ അലർജിയുടെ പ്രയാസങ്ങൾ മാറിയതും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുവാനായിട്ട് സാധിച്ചു തുടങ്ങിയതും അതിലൂടെ മകളുടെ നല്ല ആരോഗ്യം നിലനിർത്തുവാൻ കുടുംബത്തിന് സാധിച്ചതും. മൂന്നാമത് മകൾക്ക് കാലിനുണ്ടായ ചെറിയൊരു പ്രയാസവും അതിൻ്റെ വേദനകളും വല്ലാതെ വീടിനെ അലട്ടിയിരുന്നു. നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അതും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും തിരുക്കുമാരൻ്റെ സൗഖ്യസ്പർശനത്തിൻ്റെ അനുഭവവും കുടുംബത്തിന് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എത്ര കണ്ട് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിലൂടെ അത് ഉപകാരപ്പെട്ടുവെന്ന്. ഈ ദിവസം രാവിലെ മുതൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. ഒന്നുകിൽ ആരെങ്കിലും ബസ്സിൽ നിന്ന് പത്രം കൊടുത്തു, അല്ലെങ്കിൽ മറ്റാരിലൂടെയെങ്കിലും കൃപാസനം പത്രത്തിലൂടെ ആരെങ്കിലും കൈമാറിയതിലൂടെ കൃപാസനത്തെ പറ്റി അറിയുവാൻ സാധിച്ചു. അതിലുള്ള സാക്ഷ്യങ്ങളും അതിലുള്ള അച്ഛൻ്റെ സന്ദേശങ്ങളും അത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും ഇവിടം വരെ എത്തിച്ചേരുന്നതിനും സഹായിച്ചുവെന്ന്. നമ്മൾ കൃപാസനം പത്രികയിലൂടെ ലോകത്തിൽ നടത്തുന്നത് സൗഖ്യ സുവിശേഷ പ്രഘോഷണമാണ്. ദൈവത്തെ അനുഭവിച്ചവർ അവരുടെ ജീവിതം പങ്കുവയ്ക്കുന്നതാണ് കൃപാസനം പത്രികയിലൂടെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ വേല. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും വേണ്ടി ഈ പത്രിക ലോകത്തെല്ലായിടത്തേക്കും കൈമാറുകയാണ്. ഇന്ന് 18 ഭാഷകളിൽ ഈ പത്രിക നമ്മൾ ലോകത്തിലെല്ലായിടത്തേക്കും വിതരണം നടക്കുന്നുണ്ട്. കാരണം ക്രിസ്തുവിനെ അറിയുക, അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക, അന്നുവരെയുള്ള ജീവിതത്തെ തിരുത്തിക്കൊണ്ട് ആത്മീയ വിശുദ്ധിയുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി, പരസ്നേഹമുള്ളവരായി ജീവിതത്തെ ആത്മാവ് ദൈവത്തിന് കൊടുക്കും വിധം ജീവിക്കുവാൻ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ വലിയ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്തം. നമുക്കൊരുപക്ഷെ നാവുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും പ്രഘോഷിക്കുവാനും പ്രയാസമുണ്ടാവും. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് അനേകരുടെ ജീവിതാനുഭവങ്ങൾ കോർത്തുവെച്ച ഈ സുവിശേഷ പത്രികയിലൂടെ, കൃപാസനം പത്രികയിലൂടെ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളായി തീരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നിങ്ങൾ 20 പേരിലേക്ക്, 40 പേരിലേക്ക്, 100 പേരിലേക്ക് കൃപാസനത്തിൻ്റെ പത്രിക അത് പ്രാർത്ഥനയോടുകൂടി അത് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് നിറവേറണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കൈമാറുമ്പോൾ അത് ദൈവിക ശക്തിയുടെ ഉപകരണമായി തീരുന്നതും അനേകർ ദൈവത്തെ അറിയുന്നതിനും ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നതിനും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും ശക്തമായ പ്രചോദനമായി തീരുന്നതും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങളെ, പ്രേക്ഷിത പ്രവർത്തനത്തെ കൂടുതൽ നന്മയോടും ശക്തിയോടും കൂടി പങ്കുവയ്ക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യത്തെ
ദൈവസന്നിധിയിൽ കരഘോഷത്തോടുകൂടി നമുക്കിപ്പോൾ കൃപാസന അമ്മയ്ക്ക് ഇത്രയും സ്തുതി. എൻ്റെ പേര് പ്രവീൺ, കൊട്ടാരക്കര ഇഞ്ചക്കാട് നിന്ന് വരുന്നു. ഞാൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആർമിയിൽ നിന്ന് ഞാൻ റിട്ടയർഡായി 2020 നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. ഞാനും ഒരു വീട് വെച്ചു. വീട് പണി തീർന്നോ എന്നാൽ ഇല്ല, പണി കഴിഞ്ഞോ എന്നാൽ കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. 4 വർഷമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. 2020 ഞാൻ വീട് പണി നിർത്തി വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പോട്ടെങ്ങും ഒരവസ്ഥയില്ല, നീങ്ങത്തില്ല. അങ്ങനെ ലാസ്റ്റിൽ എനിക്ക് മർച്ചൻ്റ് നേവിയിൽ ജോലി കിട്ടി, സെക്യൂരിറ്റി ഓഫീസറായിട്ട്. അപ്പോൾ ഞാൻ മർച്ചൻ്റ് നേവിയിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലിക്ക് പോയപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു സഹപ്രവർത്തകൻ, ഞാൻ അവൻ്റെ റൂമിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറേ പേപ്പർ അവൻ്റെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഷിപ്പിനകത്ത് പേപ്പറും കൊണ്ട് നടക്കുന്നത്? ഇതിനകത്തെന്തോ ഷിപ്പിലെന്തോ പേപ്പറിൻ്റെ കുറവ്, അത് മലയാളം പേപ്പർ. അവൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നാൽ പറ. അപ്പോൾ ഇതേപോലെയാണ് എന്നോട് പറയുന്നത്, ആലപ്പുഴ ഇങ്ങനൊരു കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ ഞാനൊരു അമ്മയുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ, സാറിൻ്റെ കൊച്ചിന് വയ്യായിരുന്നു, ആ കൊച്ചിന് കുറേ വ്യത്യാസമുണ്ട്. MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന മോന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ലാത്തൊരു ഫീൽഡാണ്, അതായത് ഈ MBBS എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെ നടന്ന് ആ സാറിൻ്റെ മോന് 3ാമത്തെ വർഷം ജോലിയോട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈ ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനും കേട്ട്, അപ്പോൾ എനിക്കൊരു പത്രം തന്നു. ഞാനും അതുകൊണ്ട് കുറച്ച് വായിച്ചതിന് ശേഷം ഞാനത് എൻ്റെ ബാഗിൽ വെച്ചതിന് ശേഷം അന്ന് തൊട്ട് രാത്രിയിൽ ഞാൻ കിടക്കാൻ നേരത്തെ ഞാൻ പറയാം, അമ്മേ കൃപാസന അമ്മേ, എൻ്റെ വീടിൻ്റെ പണി അങ്ങ് തീർത്ത് തരണേ ഞാൻ നാട്ടിൽ വരുമ്പം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ചാൻസും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആൾറെഡി ഒരു ലോണുണ്ട്. ആ ലോൺ കാരണം എനിക്ക് മുമ്പോട്ടൊരു ലോൺ കിട്ടത്തില്ല. എൻ്റെ വീടിൻ്റെ വസ്തുവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തേക്കാണ്. അപ്പോൾ ലോൺ കിട്ടുന്ന ഒരു ചാൻസും ഇല്ല. പക്ഷേ എങ്ങനെയാണ് പണി നടക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് മുമ്പോട്ടൊരു പൈസ കിട്ടാനൊരു വകുപ്പില്ല. അപ്പോൾ ഞാൻ എന്നാലും പ്രാർത്ഥിച്ചു, അമ്മ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പണി തീർത്ത് തരണേന്ന്. നാട്ടുകാരുടെ പരിഹാസമായുള്ള ചിരിയും കാര്യങ്ങളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീടും വെച്ചിട്ട് ഇപ്പോൾ കാടും കയറി കിടക്കുക. അപ്പോൾ കാടാന്നോ വീടാന്നോ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീടിൻ്റെ പണി നടത്തി തരുമെന്നെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ഉടമ്പടി എടുത്തോളാം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ പണി നടക്കാൻ പോവുകയാണ്. എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു സംഭവങ്ങൾ നടക്കുന്നു. എനിക്കുള്ള ബാങ്കിൽ നിന്നൊരു കക്ഷി എന്നോട് പറഞ്ഞു, സാറിന് ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് ഒരിക്കലും ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അല്ല അപ്പം എന്തോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു ചെറുക്കനെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് ഒരു കുഴപ്പമില്ല, ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യം ഞാനതങ്ങ് റെഡിയാക്കി തരാം, സാറിന് എത്ര ലക്ഷം രൂപ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, എടാ എനിക്കിങ്ങനെ വീട് വെക്കണം, കുറച്ച് കടങ്ങളുണ്ട്, എല്ലാ രീതിയിലുള്ള കടങ്ങളിൽ ഇത് മുട്ടി നിൽക്കുകയാണ്, സാറിനൊരു 35 ലക്ഷം രൂപ അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാം. ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞ സംഭവത്തിന് അന്ന് തന്നെ ഞാനിവിടെ നേരെ രാവിലെ ഇവിടെ വരികയാണ്. ഇവിടെ വന്നു. അതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കാറെടുത്തു. കാറും എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വയ്യ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മുഖേനയാണ് എനിക്ക് കാറ് കിട്ടുന്നത്. ആ കാറും കൊണ്ട് ആദ്യമായിട്ട് വന്ന ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. 2024 ഒക്ടോബർ മാസം 28-ാം തീയതിയാണ് ഞാൻ എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ലോൺകാരൻ ആ ചെറുക്കൻ വിളിച്ചിട്ട് പറയുകയാണ്, അണ്ണാ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ എനിക്കുള്ള ആദ്യത്തെ ഒരു ലോൺ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്യാനായിട്ട് 10 ലക്ഷം രൂപ ഇപ്പോൾ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. എൻ്റെ 1 രൂപയില്ല, 10 ലക്ഷം പോയിട്ട് 1 രൂപയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ സംഭവമുണ്ട്, എങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അറിയാൻ പറ്റിയില്ല. എനിക്കറിയാം ഒരു വിത്തിനൊരു അരമണിക്കൂറിനകത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എങ്ങനെ ഇത് അടച്ചു കഴിഞ്ഞാൽ ലോൺ അങ്ങ് റെഡി ആയാനേ, എങ്ങനെ വല്ലതും നടക്കുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പം കാണാം വിത്തിനൊരു അരമണിക്കൂറിനകത്ത് എൻ്റെ അക്കൗണ്ടിനകത്ത് 8 ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരന്മാർ അവിടുന്ന് ഇവിടുന്നെല്ലാം ഇട്ട് തന്നതാണ്. പക്ഷേ കുറച്ച് നേരം ഞാൻ എല്ലാവരും വിളിച്ചു ചോദിച്ചാൽ ആരും എന്നോട് ഇല്ലയെന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നു. അങ്ങനെ ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയപ്പം എൻ്റെ അടുത്ത അക്കൗണ്ടിൽ എനിക്കുള്ള 35 ലക്ഷം രൂപ 33 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുകയാണ് എനിക്ക്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഏരിയയിലും എൻ്റെ കുടുംബക്കാരും അസൂയപ്പെടുന്ന രീതിയിലുള്ളൊരു വീടാണ് ഇപ്പോൾ എനിക്ക് അമ്മ വെച്ച് തന്നിരിക്കുന്നത്. അത് കണ്ടണൊക്കെ നാട്ടുകാർക്കും ഇപ്പോൾ ഒന്നും പറയാനില്ല, എൻ്റെ കുടുംബക്കാർക്കും ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ചെയ്ത പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനകത്ത് ഇച്ചിരി വിഷമമാണ്, ഇച്ചിരി സഹായം ചെയ്താൽ കൊള്ളാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ആഹാരം കഴിക്കാൻ നടക്കുന്ന കഴിയുമെന്ന്. അപ്പോൾ ആ കക്ഷിക്ക് ഞാൻ
പൈസ കൊടുത്തിട്ട് ആഹാരം കഴിക്കാനായിട്ട് കട കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് പോയി കഴിക്കാൻ പറയും. ചിലപ്പോൾ എനിക്ക് സമയം കാണത്തില്ല. പിന്നെ ഇപ്പം പാല് കാച്ച് നടന്നപ്പം ഉടമ്പടിക്കകത്ത് ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 25 എൻ്റെ ബർത്ത്ഡേ ആണ്. അതാണ് എനിക്ക് യേശുവായിട്ടുള്ളൊരു ബന്ധം. ഡിസംബർ 25 4:30 ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിസംബർ 25 മുമ്പ് എൻ്റെ വീടിൻ്റെ പാല് കാച്ചി തരണമെന്നാണ്. പക്ഷേ അമ്മ എനിക്ക് ഡിസംബർ 8 എൻ്റെ വീടിൻ്റെ പാല് കാച്ചി തന്നു. ഞാൻ പാല് കാച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നു. വളരെയധികം അമ്മയോട് നന്ദി പറയുന്നു. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഈ ഇടയ്ക്കൂടങ്ങ് മഴ, അതായത് മേശിരിമാർക്കൊന്നും പണിയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി ബ്രീഡ്സ് അത് കേൾക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഉടമ്പടി വസ്തു ഉപയോഗിച്ച് തൈലമെല്ലാം ഉപയോഗിച്ച് കുരിശെല്ലാം വരച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അടുത്ത കാണുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഡെയിലി ബ്രീഡ്സ് ആയിരുന്നു. അത് അതിനകത്തെല്ലാം കുറേ പേരും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് കണ്ടു. അപ്പോൾ ഞാനും ടൈപ്പ് ചെയ്തിട്ട് അമ്മ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നിടത്ത് മഴ പെയ്യല്ലേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പണിക്കാർക്കൊന്നും ഒരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴ, ഉച്ച കഴിയുമ്പോഴാണ് മഴ തുടങ്ങുന്നത്. മഴ അങ്ങോട്ട് തുടങ്ങുന്നു, ഭയങ്കര ഇരപ്പായിട്ട് വരുവാണ്. അപ്പം മനുഷ്യന്മാർക്കറിയാമല്ലോ മഴ ഇങ്ങനെ ഇരച്ചു വരുവാണ്. അപ്പോൾ ഇരച്ചു വന്നപ്പോഴത്തേക്ക് അവർ ടാർപ്പയെല്ലാം എടുത്തിട്ടു, കെട്ടിൻ്റെ പുറത്ത് ടാർപ്പയെല്ലാം എടുത്തിട്ടു. ടാർപ്പയെല്ലാം എടുത്തിട്ട് അവരും വീടിനകത്തേക്ക് കയറി. എന്തോ എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ മഴ പെയ്യുന്നുള്ളൂ. എൻ്റെ വീടിൻ്റെ ഒരു റോഡാണ്, റോഡിൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ അവിടെ വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ മഴ പെയ്യുന്നില്ല. അതായത് മേശിരിമാർ പറയും, എന്തോടെ ഇവിടെ മഴ പെയ്യാത്ത. ലാസ്റ്റിൽ അവർ ആ ടാർപ്പ് എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് പണി തുടങ്ങി. ഞാൻ ഈ മഴ പെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ വെതറിയായിരുന്നു. എൻ്റെ വീടിൻ്റെ ചുറ്റും ഉപ്പ് കൊണ്ടുപോയി വെതറിയിട്ടാണ്, നേർച്ച ഉപ്പ് കൊണ്ടുപോയി വെതറിയിട്ടായിരുന്നു ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടതാണ്. അച്ഛൻ്റെ ഡെയിലി ബീഡ്സിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടതാണ്, അമ്മ എൻ്റെ വീടിൻ്റെ അവിടെ പണി നടക്കുന്നില്ല മഴ കാരണം എന്ന് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ ടെറസ് നനഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം നനയുന്നില്ല. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ ചെയ്തു തന്നെയാണ്. കൃപാസന പത്രം ഞാൻ എൻ്റെ എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, എടാ നിൻ്റെ വീട് ഇങ്ങനെ പെട്ടെന്ന് മിറാക്കിൾ പോലെ 1 മാസം കൊണ്ട് എങ്ങനെ സംഭവിച്ചു ഇത്? എല്ലാവരും എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞ ഇതാണ്, ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ അപ്പോൾ വിശ്വാസമുള്ളവർക്കെല്ലാം ഞാൻ, എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് വരാമെന്നാണ് പറയുന്നത്. എൻ്റെ അയൽവാസിയായ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അംഗവും എൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അവർ ഉടമ്പടി എടുക്കാൻ പോയിരിക്കുകയാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം. പ്രവീൺ എന്ന ഈ മകൻ മർച്ചൻ്റ് നേവിയിൽ വീണ്ടും തനിക്ക് ജോലി ലഭിച്ച് അവിടെ ആയിരിക്കുമ്പോഴെങ്ങനെയാണ് അവിടെ കൃപാസന പത്രം കണ്ട് ഈ മകൻ ഇങ്ങോട്ട് വരുവാനുണ്ടായ കാരണങ്ങൾ, തൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ഇന്ന് കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ ഈ മകൻ ഇവിടെ പ്രഘോഷിക്കുകയാണ്. തൻ്റെ വീടിൻ്റെ അവസ്ഥ, ആ കാടാണോ വീടാണോ എന്നറിയില്ലാതെ കിടന്നിരുന്ന 4 വർഷമായിട്ട് കിടന്നിരുന്ന ആ സ്ഥലം ഇന്ന് അമ്മ മാതാവ് വീട് പണിതു എന്നാണ് ഈ മകൻ പറയുന്നത്. തനിക്ക് ഒരിക്കലും ലോൺ ലഭിക്കില്ല, തനിക്ക് അതിനുള്ള സെക്യൂരിറ്റി ഇല്ല. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അമ്മ എങ്ങനെയാണ് ഈ മകന് ലോണിനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നത്? നമ്മോട് സംസാരിക്കുന്നത് പല ഓഫീസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷേ ഇത് ഫ്രണ്ട്സാണ് ഓഫീസേഴ്സാണെന്ന് ചിന്തിക്കുന്നത് അത് വളരെ നോർമലാണ്. ഇതൊക്കെ എനിക്കൊരിക്കലും 4 വർഷമായിട്ട് നടക്കാത്തത് ഇന്നെനിക്ക് നടക്കുന്നത് അത് ഉടമ്പടിയുടെ മാത്രം അനുഭവമാണ്. ഉടമ്പടി എടുത്തിട്ടില്ല, ഉടമ്പടി എടുക്കാം, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രവീൺ പറഞ്ഞിട്ടേ ഉള്ളൂ. ഉടമ്പടിയൊന്നും പ്രവീൺ എടുത്തില്ല. പക്ഷേ ആ ഒരു വാക്കിന് അമ്മ വില കൽപ്പിക്കുന്നു. നമ്മുടെ വാക്കുകൾക്ക് ദൈവം വില കൽപ്പിക്കുന്നു. എങ്കിൽ പിന്നെ കർത്താവിനോട് ഉടമ്പടി എടുക്കുമ്പോൾ നാം കൊടുക്കുന്ന വാക്കിന് നാം എത്രമാത്രം വില കൽപ്പിക്കണം? അതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ എന്നാൽ ഇനി ഉടമ്പടിയും വേണ്ട, ഒന്നും വേണ്ട. നടന്നാൽ ഇത് കൊള്ളാം. ഇതാണോ നാം ചിന്തിക്കുന്നത്? ഇങ്ങനെയായാൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കും? അതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ തനിക്ക് കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും തനിക്ക് കിട്ടിയത്, അതായത് എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേയുടെ അന്ന് തനിക്ക് തൻ്റെ പുതിയ വീട്ടിൽ കയറണമെന്ന് പറയുമ്പോൾ അമ്മ ചെയ്ത ഒരു കാര്യമുണ്ട്.
അമ്മയുടെ അമലോത്ഭവ തിരുനാൾ, അതാണ് ഡിസംബർ 8. അമ്മ പ്രത്യക്ഷപ്പെട്ട, ഇവിടെ സ്വർഗത്തിൽ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസത്തിൻ്റെ പിറ്റേ ദിവസം, അതാണ് അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. അന്ന് അമ്മ ഈ മകന് വീട്ടിലേക്ക് കയറുവാനായിട്ട്, തൻ്റെ വീടിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള കൃപ കൊടുത്തു. അപ്പോഴൊന്നും നമുക്ക് അന്യമല്ല. നാം ആണ് മാറേണ്ടതെങ്കിൽ അവിടെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് കൂടുതൽ വിശ്വസ്തമാകുന്നത്, സത്യസന്ധമാകുന്നത്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്ന് തിരുവചനങ്ങൾ പറയുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിലും അതും വ്യർത്ഥം തന്നെ. നമ്മുടെ ജീവിതത്തിൽ നാം അല്ല പണിയേണ്ടത്, ദൈവമാണ് പണിയേണ്ടത്. അതിനാണ് ഉടമ്പടി നാം എടുത്തിരിക്കുക. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും. പേര് മഞ്ജു, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. 2022 ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത്. അന്ന് ഞാൻ സൗദിയിൽ ഒരു നേഴ്സായി വർക്ക് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് എനിക്ക് എൻ്റെ ബോഡി വെയ്റ്റ് കൂടുന്നതായിട്ടും കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടുന്നതായും തോന്നി. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എന്നോട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ഞാൻ സ്കാനിങ്ങിന് പോയി. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഒരു റേഡിയോളജിസ്റ്റ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മഞ്ജു നാളെ ഡേ ഷിഫ്റ്റിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടർ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നോഡ്യൂൾ കാണുന്നുണ്ട്, കാൾസിഫിക്കേഷനും കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഡോക്ടർ ക്യാൻസറാണോ എന്ന് സസ്പെക്റ്റ് ചെയ്തു എന്നായിരുന്നു. അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുതിയ സ്റ്റാഫായിരുന്നു. ആ കുട്ടി ചോദിച്ചു, എന്ത് ചേച്ചി വിഷമിച്ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവളാണ് എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. അവളുടെ കയ്യിലൊരു കൊന്തയുണ്ടായിരുന്നു, ഒരു ചെറിയ കൊന്ത. അതെൻ്റെ കയ്യിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നു. പിറ്റേ ദിവസം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഈ കുട്ടിയും എൻ്റെ കൂടെ വന്നു. അന്ന് ഞങ്ങൾ 2 പേരും കൂടി റേഡിയോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടർ എന്നെ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ചെറിയ നോഡ്യൂൾസാണ്, അത് ക്യാൻസറിൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ട് എന്നിൽ വിശ്വാസം വർദ്ധിച്ചു. പിന്നീട് ഞാൻ 2022 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് OET എക്സാം എഴുതി. ആ സമയത്ത് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്ത മോഡ്യൂളായിരുന്നു ലിസണിങ്. ഏറ്റവും എളുപ്പമുള്ള മോഡ്യൂളുമായിരുന്നു. പക്ഷേ എനിക്ക് അതിന് മാത്രം ഞാൻ ഫെയിലായിപ്പോയി. ഞാൻ 2ാമത്തെ തവണ എഴുതി, അപ്പോഴും ഞാൻ ഫെയിലായി. 3ാമത്തെ തവണ ഞാൻ എഴുതിയപ്പോൾ മാതാവിനെ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് കറക്റ്റ് 350 മാർക്കാണ് നമുക്ക് പാസിന് വേണ്ടത്. അത് കിട്ടിയാൽ അത് നിൻ്റെ കരുത്ത് കൊണ്ടാണ്, അല്ല അതിൽ കൂടുതൽ കിട്ടിയാൽ ഞാൻ വിചാരിക്കും അത് എൻ്റെ പെർഫോമൻസ് കൊണ്ടാണെന്നുള്ളതെന്ന്. കറക്റ്റ് റിസൾട്ടിൻ്റെ സമയമായി. അപ്പോൾ സൈറ്റൊക്കെ ഹാങ് ആയിപ്പോയി. റിസൾട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല. ഞാൻ മാതാവിനോട് കണ്ടിന്യൂസായി പ്രാർത്ഥിച്ചിരുന്നു. കറക്റ്റ് എനിക്ക് B സ്കോർ കിട്ടി. ലിസണിങ്ങിന് 350 കിട്ടി. അങ്ങനെ ഞാൻ OET പാസ്സായി. പിന്നീട് ഞാൻ ന്യൂസിലാൻഡിനുള്ള പ്രോസസ്സിങ് തുടങ്ങി. ആ സമയത്ത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ മാതാവിനോട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ന്യൂസിലാൻഡിൽ പോയി ഞാൻ ക്യാപ്പ് ചെയ്തു. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി. എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ന്യൂസിലാൻഡിൽ കറൻ്റ്ലി വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്തു. പക്ഷേ 5 മാസം ന്യൂസിലാൻഡിൽ നിന്നിട്ടും എനിക്ക് ജോബൊന്നും കിട്ടിയില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ OET എക്സ്പയർഡായി. അങ്ങനെ PT എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി. ആ സമയത്ത് PR-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാം ആവശ്യമായിരുന്നു, ഒരു ലാംഗ്വേജ് എക്സാം. അപ്പോഴും ഞാൻ എഴുതിയ മോഡ്യൂളിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് സ്പീക്കിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ 90-ൽ 85 മാർക്ക് കിട്ടി. ഏറ്റവും ഹൈ സ്കോറോടുകൂടി PT-യും പാസ്സായി. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് സെലക്ഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ പേപ്പർ വർക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഒരു ദിവസം ഞാൻ കിടന്നപ്പോൾ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മുന്നിൽ തെളിഞ്ഞു പറഞ്ഞു. ഗ്രേ കളറിലുള്ള ഈ മാതാവിൻ്റെ ഫോട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 26-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാച്ചനും ആൻറ്റിയും വന്നപ്പോൾ അവരുടെ കൂടെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള മെയിൽ വന്നു. പിന്നീട് സെപ്റ്റംബർ 26-ാം തീയതി ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി സ്ഥലത്ത് വെച്ച് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. അത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോളായിരുന്നു. ഞാൻ അവർക്ക് മെയിൽ ചെയ്തു. ഞാൻ നെക്സ്റ്റ് ഡേ എനിക്ക് അവൈലബിളായ ടൈം വെച്ചിട്ട്
അവരെന്നെ വിളിച്ചു, മഞ്ജുവിന് PR വിസ തരാൻ ഞങ്ങൾ റെഡിയാണ്, അതിനുള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസയ്ക്കിട്ടു. ആ സമയത്ത് ന്യൂസിലാൻഡിൽ പോയതുകൊണ്ട് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു. അവർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മുടക്കായില്ല, ആകെ മെഡിക്കലിനുള്ള പൈസ മാത്രമായുള്ളൂ. എനിക്കും എൻ്റെ ഫാമിലിക്കുമുള്ള വിസ ഈ നവംബർ 26-ാം തീയതി ഞാനിവിടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചെറിയ മോൻ ലോഗോസ് കിസിന് അവൻ എങ്ങനെ പ്രാവീണ്യം നേടി വിജയിച്ചു എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇവിടെ വരുമ്പോൾ എനിക്കെപ്പോഴും മാതാവ് എന്തെങ്കിലും സർപ്രൈസ് തരാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, മാതാവ് എന്നോട് പറയാണ്, മൊബൈലിൽ നോക്ക്, മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡും അടുത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടു, കൺഗ്രാജുലേഷൻ, യു ആർ ഗ്രാൻറ്റഡ് വിസ എന്ന് പറഞ്ഞിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഓസ്ട്രേലിയക്ക് ₹1 പോലും ചിലവില്ലാതെ പോകാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. അതുപോലെ തന്നെ ഈ വിസയുടെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ലാംഗ്വേജ് എക്സാം എഴുതേണ്ട വന്നായിരുന്നു. ചെറിയ സ്കോർ മതിയിരുന്നു, എങ്കിലും 2 പ്രാവശ്യം എഴുതി. 30 കിട്ടേണ്ട അടുത്ത് 29 കിട്ടിയുള്ളൂ. 3rd അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇനി എഴുതുന്നുണ്ടോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, നീ ഒരു ഡേറ്റ് എടുത്തോളൂ, നമുക്ക് പോയി എഴുതാമെന്ന്. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി 32 മാർക്കോടുകൂടി ഹസ്ബൻഡും പാസ്സായി. ഞാൻ 1-ാം തീയതി ഓസ്ട്രേലിയക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ എൻ്റെ കൃതജ്ഞതയെ അർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 86:5. കർത്താവെ, അവിടുന്ന് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അവിടുന്ന് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. മഞ്ജു കുര്യൻ എന്ന ഈ മകളുടെ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പലതവണ പരാജയപ്പെട്ടത് വീണ്ടും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് അത് പോകുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രദ്ധയും പരീക്ഷ എഴുത്തും അതിൻ്റെ പരിശ്രമങ്ങൾ നടത്തുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മഞ്ജു സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗത്തെക്കുറിച്ചുള്ള, ക്യാൻസറിനെക്കുറിച്ചുള്ള വലിയൊരു പ്രതിസന്ധിയും ആശങ്കയും ജീവിതത്തിൽ വന്ന് ഭവിച്ചിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യ പിടിച്ച് കുഴങ്ങിയ ദിവസങ്ങളിൽ കൃപാസനത്തെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും അറിയുവാൻ ഇടയായി. അത് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ആ മണിക്കൂറുകളിലും ദിവസങ്ങളിലും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തുടർ പരിശോധനകളിൽ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന സാന്ത്വനിപ്പിക്കുന്ന വാർത്തയാണ് മകളോട് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. വിദേശത്ത് പോകുവാൻ വേണ്ടി മകൾ ഏറെ കഷ്ടപ്പെട്ടതും 5 മാസത്തോളം വിദേശത്ത് താമസിച്ചിട്ട് ജോലി ഇല്ലാതിരുന്ന കാര്യങ്ങളുമൊക്കെ സൂചിപ്പിച്ചു. പിന്നീട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ സർപ്രൈസ് കൊടുക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ മൊബൈലിൽ അതിൻ്റെ സന്ദേശം വന്നുവെന്നും അത് പരിശോധിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോ നിമിഷങ്ങളും അത് ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. നിങ്ങളിലേറെ പേരും ചങ്കുരുകി പ്രാർത്ഥിക്കുന്ന സമയമാണത്. നിങ്ങളുടെ പരാജയങ്ങളെ, നിങ്ങളുടെ രോഗങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ, നിങ്ങൾ കടന്നു പോകുന്ന ദുഃഖങ്ങളെ ഒക്കെ ഇവിടെ ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന സാക്ഷ്യത്തിനൊപ്പം അമ്മയുടെ അരികിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അമ്മ മാതാവിൻ്റെ സംരക്ഷണ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ അമ്മ ഒരു നാളും കൈവിടുന്നില്ലെന്നും കൂടെ വരുന്നെന്നും ആവശ്യമായതൊക്കെ ഒരുക്കി തരുന്നുവെന്നും സഞ്ചാരി മാതാവ് നാം പോകുന്ന ഇടങ്ങളിലൊക്കെയും നമ്മോടൊപ്പം വന്ന് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ച് തരുന്നുവെന്നും ഓരോ സാക്ഷ്യവും ആവർത്തിച്ച് നമ്മളോട് സംസാരിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്
കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യമായി ഈ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനായി എനിക്ക് ഒരു അവസരം തന്ന ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് മാഗി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 ഫെബ്രുവരി 10 തീയതിയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാൻ 3 തവണ ഉടമ്പടി പുതുക്കുകയുണ്ടായി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നൽകുകയുണ്ടായി. ആദ്യമായി പറയുകയാണെങ്കിൽ ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ്. എൻ്റെ സർവീസ് കാലത്ത് എൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപിക എന്നെയും മറ്റ് 2 അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഒരു ക്രിമിനൽ കേസായിരുന്നു. അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. എന്നെ വളരെയധികം തളർത്തിയ, മാനസികമായും ശാരീരികമായും തളർത്തിയ ഒരു കേസായിരുന്നു. കാരണം ഒരു നിരപരാധിയായ ഞങ്ങൾക്കെതിരെ നൽകിയ ഒരു കേസായിരുന്നു. പക്ഷെ 8 വർഷം കഴിഞ്ഞിട്ടും ആ കേസിൻ്റെ ഒരു വിധി വന്നില്ല. കേസ് വിചാരണയ്ക്ക് എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആ കേസ് ആ മജിസ്ട്രേറ്റ് എടുക്കുകയും എന്നെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ആ കേസിന് വിധി വരികയും ചെയ്തു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒക്ടോബർ 26 തീയതി ജപമാല റാലിയിലും ഈ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായി. റിട്ടയർമെൻറ്റിന് മുൻപുള്ള ഒരു കേസായിരുന്നു ഇത്. ആ ജപമാല റാലി കഴിഞ്ഞ് വീട്ടിലെത്തി 2 ദിവസത്തിന് ശേഷം എനിക്ക് വക്കീലിൻ്റെ ഭാഗത്തുനിന്ന് വെളിവരികയാണ്, ടീച്ചറെ ഒഴിവാക്കിക്കൊണ്ട് കേസ് വിധിയായെന്ന്. എനിക്ക് ഒരിക്കൽ പോലും ആ വിചാരണയ്ക്കോ കേസിനോ അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ, കാരണം വിളിക്കുമ്പോഴെല്ലാം ഈ കേസ് മാറ്റി വയ്ക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ എന്നെ ഒഴിവാക്കിക്കൊണ്ട് ആ കേസിന് വിധി വരിക എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവകുമാരൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഞാൻ ഉടമ്പടി തൈലവും ഒപ്പം കാശുരൂപവും വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി ഉപ്പും വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈൽ വളരെയധികം ഡോക്യുമെൻറ്റ്സ് അടങ്ങിയൊരു മൊബൈലായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ട് പോയ വഴികളിലൂടെയെല്ലാം അത് തെരഞ്ഞുവെങ്കിലും അത് കണ്ടെത്താനായില്ല. ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അന്വേഷിച്ചു പോയ വഴികളിൽ നിന്നും ലഭിച്ചൊരു വ്യക്തി അവിടുത്തെ ഇടവക വികാരിയുടെ കയ്യിൽ ഈ മൊബൈൽ കൊണ്ടുകൊടുക്കുകയും അത് ലഭിക്കുകയും ചെയ്തു. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അമ്മ മാതാവ് തന്നെയാണ് ആ എൻ്റെ മൊബൈൽ കണ്ടെടുത്ത് തന്നതെന്ന്. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. അമ്മേ, എനിക്കിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇനി അമ്മ തന്നെ എനിക്കത് കണ്ടെടുത്ത് തരണം. അത് ലഭിച്ചു. അതും എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല, ഈ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ഉള്ള ഉടമ്പടിയിൽ എടുക്കുമ്പോൾ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി, ആത്മീയ വിശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ കാലിന് വേദന പോലെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ വേദനകളെല്ലാം മറന്ന് ഉടമ്പടിക്ക് ശേഷം ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അപ്പം ഇപ്പോൾ എനിക്ക് കാലിൻ്റെ വേദന പറയുകയാണെങ്കിൽ എനിക്ക് നടക്കാവുന്ന വേദനയേ ഉള്ളൂ. ദിവസവും പോകുമ്പോൾ ഞാൻ കൂടുതൽ എനർജറ്റിക് ആവുകയാണ് ചെയ്യുന്നത്. നടന്ന് പള്ളിയിൽ പോകുക, ദിവസവും പള്ളിയിൽ പോകുവാനും കുർബാന സ്വീകരിക്കാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. മറ്റൊരു കാര്യം, മറ്റുള്ളവരെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി മാത്രമേ പരിണമിപ്പിക്കുകയുള്ളൂ എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. മാത്രമല്ല, സങ്കീർത്തനം 31:1 പറയുന്നത് പോലെ, യേശുവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു, എന്നെ അപമാനിക്കാൻ, ഞാൻ അപമാനിതയാകാൻ ഒരിക്കലും ഇടവരുത്തരുതേ, ഞാൻ ലജ്ജിക്കാൻ ഇടവരുത്തരുതേ. ഈ ദൈവവചനം എന്നെ പലപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പല കുറ്റാരോപണങ്ങളും
കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനും ഈശോയുടെ കുരിശിനോട് ചേർത്ത് അത് സഹിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തിട്ടുള്ള മാത്രമല്ല കൊന്ത ചെല്ലുവാനും ഉള്ള ധാരാളം അവസരങ്ങൾ എനിക്ക് എപ്പോഴും കൊന്ത ചെല്ലുക, പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ബസ്സിൽ പോകുമ്പോഴാലും ആരും കൂട്ടുകൂടി പോകാനല്ല എനിക്കിഷ്ടം. കാരണം പ്രാർത്ഥിക്കാനുള്ള അവസരം അപ്പോഴാണ് കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ കൊന്ത ചെല്ലുവാനും കരുണക്കൊന്ത ചെല്ലുവാനും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എപ്പോഴും പള്ളിയിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. ഇതെല്ലാം ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ ഞാൻ ആൽഫ പാലിയേറ്റീവിൽ സോഷ്യൽ വർക്കറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 12 വീട്, ആഴ്ചയിൽ ഒരു ദിവസമാണ് അതിന് പോകുന്നത്. അപ്പോൾ 12 വീട്ടിലെ രോഗികളെങ്കിലും ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, അതുപോലെ ഹാർട്ട് പേഷ്യൻസ് പലരെയും കാണുവാനും അവർക്ക് സാന്ത്വനം നൽകുവാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും അവരുടെ ആവശ്യങ്ങളിൽ പല സഹായങ്ങൾ ചെയ്യുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ആഴ്ചയിൽ ഒരു ദിവസം പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ഞാൻ ചെയ്തു വരുന്നു. മാത്രമല്ല വിവാഹത്തിനായിട്ട് 2 മക്കളുടെ വിവാഹത്തിനായിട്ട് ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. അത് വളരെ നന്ദിപൂർവ്വം അവരെന്നോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ട് രോഗികളായിട്ടുള്ളവരെയും അതുപോലെ ഭവനം വയ്ക്കുന്നതിനായിട്ടും എല്ലാം സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് ഞാൻ ചെയ്തു വരുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള കൃപാസന പത്രം തെരുവീതികളിലും അതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലുമെല്ലാം കൊടുത്ത് ഞാൻ പലരും അത് വിമുഖത എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാകണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ രീതിയിലെല്ലാം കൊടുത്ത് തീർക്കാറുണ്ട്. മാത്രമല്ല വചനം പറയാൻ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം വചനം പ്രഘോഷിക്കുവാനായിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് കൂടാതെ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ HM പ്രൊമോഷൻ ആയതുപോലും ഈശോയുടെ ഒരു അനുഗ്രഹം കൊണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഈ ഈശോയിലും മാതാവിനോടുള്ള ഒരു കൃപയിലാണ് ഞാൻ ജീവിച്ചു വരുന്നത്. ആ അനുഗ്രഹം എന്നെ പലപ്പോഴും താങ്ങി നിർത്തുന്നുണ്ട്. മാതാവിനോടുള്ള ഈ കൊന്തയിലും അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന 5:30ക്കുള്ള പ്രാർത്ഥന എന്നും എന്നെ മാതാവ് ആ സമയത്ത് വിളിക്കുന്നു. പ്രാർത്ഥന ചൈതന്യത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതിനെല്ലാം ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രവാചകൻ്റെ പുസ്തകം 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. മാജി എന്ന് പറയുന്ന ടീച്ചർ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും അതിലൂടെ ലഭിച്ച സവിശേഷമായ അനുഗ്രഹങ്ങളെ ലോകസമക്ഷം സാക്ഷ്യപ്പെടുത്തുകയുമാണ്. പ്രത്യേകമായിട്ട് സഹോദരി പങ്കുവയ്ക്കുന്നത് സർവീസ് കാലത്തുണ്ടായ ഒരു ക്രിമിനൽ കേസ്. ആ കേസ് ഏറെ പ്രയാസപ്പെടുത്തുകയും 4 വർഷത്തോളമായിട്ടും അതിന് പരിഹാരമില്ലാതെ മുന്നോട്ട് പോയപ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ കേസിൽ നിന്ന് അന്യായമായി പ്രതി ചേർക്കപ്പെട്ടത് അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിച്ച് സ്വസ്ഥതയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചതിനെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിൽ ലഭിച്ച അനുഗ്രഹത്തെയും സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നാം ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മബലമാണ് ഏതാപത്തിൽപ്പെട്ടാലും എൻ്റെ കർത്താവ്, എൻ്റെ അമ്മ മാതാവ് അതിൽ നിന്നും എന്നെ വിടുവിക്കും എന്നൊരു പ്രത്യാശ. അതോടൊപ്പം തന്നെ സഹോദരങ്ങളുടെ ജീവിതങ്ങളെ അനുകമ്പയോടുകൂടി കാണുവാനും ആവുന്നത്ര നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അത് നമുക്ക് സന്തോഷമായി പകരും വിധം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെന്നുള്ളതും ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. നാം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. അത് കേസിൽ നിന്നുള്ള വിടുതലാവാം, ചില പ്രത്യേകമായ മനഹാനിയും സങ്കടങ്ങളും അതിൽ നിന്ന് മോചനമാവാം, ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നാം കടന്നു പോകുന്ന വേദനകളാവാം. എല്ലാം എടുത്തു മാറ്റി പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണയാൽ സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കുക.
എൻ്റെ അനിയൻ ഗോഡ്വിൻ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് വരുന്നു. ഉണ്ണീശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി ആദ്യം തന്നെ പറയുന്നു. എൻ്റെ അനിയൻ 1 കൊല്ലമായി ഫ്രാൻസിൽ പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. 23/10/2023 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി വെച്ചതിൽ ആദ്യത്തെ കാര്യം ഇവൻ്റെ ആയിരുന്നു. അങ്ങനെ ഇവൻ്റെ ഉടമ്പടി വെച്ച് മെയ് മാസത്തിൽ തന്നെ ഇവന് ഫ്രാൻസിൽ പോകാനായിട്ട് അമ്മ അനുഗ്രഹം തന്നു. ഞാൻ ഇവന് പോകുമ്പോൾ ഇവിടെ നിന്ന് വെഞ്ചരിച്ച് തന്നിട്ടുള്ള തേൻ, ഉപ്പ് ഒക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തയക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ അവൻ പ്രഭാത പ്രാർത്ഥനയായിട്ട് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവൻ ചൊല്ലിയിട്ടാണ് ദിവസം തുടങ്ങുന്നത് തന്നെ. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. മാതാവിന്, ഉണ്ണീശോയ്ക്ക് ഞാൻ അതിന് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇവൻ അവിടെ ചെന്നിട്ട് 6 മാസം ജോലിയില്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഇവിടെ 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കുന്നത്. ആ സമയത്ത് ഞാൻ ഇവൻ്റെ ജോലിയുടെ കാര്യം ഞാൻ വെച്ചിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള പത്രം ഞാൻ കൊടുത്തു കഴിഞ്ഞ് വീട്ടിലെത്തിയ വഴി ഇവൻ്റെ അവിടെ നിന്ന് ഫോൺ വരാണ് എനിക്ക്. അവനെ ജോലി ശരിയായി എന്ന് പറഞ്ഞിട്ട് അതും മാതാവിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പുറത്ത് ഒരു വേദന വരികയും അതുപോലെ തന്നെ ആ വേദന കൈമേലേക്ക് ഇറങ്ങും. പിന്നെ അതുപോലെ ജോയിൻറ്റുകളിലൊക്കെ ഭയങ്കരമായിട്ട് വേദന വരുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു നീരിറക്കമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മരുന്ന് എനിക്ക് തന്നു. എന്നിട്ടും എനിക്കത് മാറിയില്ല. വീണ്ടും അടുത്ത ഡോക്ടറെ കാണിച്ച് പറഞ്ഞു എല്ല് തേയ്മാനായിരിക്കും, എല്ല് തേയ്മാനത്തിൻ്റെ പെയിൻ കില്ലറാണ് തരിക, അല്ലെങ്കിൽ പിന്നെ എക്സസൈസ് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കലാണ് ഇവിടെ ജപമാല റാലി ഒക്ടോബറിൽ നടക്കുന്നത്. ഞാനിവിടെ വന്നു ഒക്ടോബറിൽ ജപമാല റാലി പങ്കെടുത്തു. അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് സ്വപ്നത്തിൽ D3 എന്നാണ് കാണിച്ചത്. ഞാൻ D3 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അത് വിറ്റാമിൻ്റെ ഒരു സാധനമാണെന്ന് മനസ്സിലായത്, ടെസ്റ്റ് ചെയ്യേണ്ട സാധനമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് D3 വളരെ കുറവായിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ D3യുടെ ടാബ്ലറ്റ് 2 മാസം തന്നു. 2 ആഴ്ച കഴിച്ചേ ഉള്ളൂ. എനിക്ക് D3 കുഴപ്പമില്ല. ഇപ്പോൾ ആ വേദന ഒട്ടും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ വേദന വന്ന സമയത്ത് ഞാൻ തൈലം എന്നും എന്താ പറയുക, കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ പിടിച്ചിരുന്നത്. അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയണം. ഇപ്പോൾ ആ വേദന ഒട്ടും തന്നെ എനിക്ക് ഇല്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിന്ന് കിട്ടുന്ന പത്രം അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ സ്റ്റാൻഡുകളിലൊക്കെ പോയിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം ഞാൻ അത് കൃത്യമായി പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കി ദിവസങ്ങളിൽ സാക്ഷ്യം കേൾക്കും. പിന്നെ 1/2 മണിക്കൂർ തെറ്റാതെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ ഞാൻ വായിച്ചിരുന്നു. 2 മക്കബായർ 9:22. എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല, ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. ഷിഗ ജോസഫ് എന്ന ഈ മകളും സഹോദരനും വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറഞ്ഞ് ജീവിതത്തിന് ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, മകൾക്ക് പുറം വേദന കലശലാവുകയും 2 കരങ്ങളിലേക്കും വേദന ഇറങ്ങി വരികയും പലതവണ മരുന്ന് കഴിച്ചിട്ട് യാതൊരു സൗഖ്യവുമില്ലാതെ ക്ലേശിക്കുകയും ചെയ്തുവെന്ന്. ഉടമ്പടി ജപമാല റാലിയിൽ പങ്കുചേരുകയും ഈ നിയോഗം പ്രത്യേകമാം വിധം അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ പോയി ഉറങ്ങുന്ന സമയത്താണ് ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തിൽ മകൾ D3 എന്ന 2 അക്ഷരവും അക്കവും കാണുന്നു. എന്തെന്ന് മകൾ അതുവരെ കേട്ടിട്ടില്ല, അറിയത്തില്ല. D3 എന്ന അക്ഷരം മാത്രമാണ് മകൾക്ക് തെളിഞ്ഞു കിട്ടുന്നത്. അതാണ് അടുത്ത ദിവസം മോൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്, എന്താണ് ഈ D3? അപ്പോഴാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ പറയുന്നത് അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്, മസിൽ പെയിനും ബോൺ പെയിനും നൽകുന്നൊരു രോഗാവസ്ഥയാണ്. അത് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെയാണ് ടെസ്റ്റിലേക്ക് പോകുന്നത്. ടെസ്റ്റ് പരിശോധിക്കുമ്പോൾ വൈറ്റമിൻ ഡി കുറവാണെന്നും അതിൻ്റെ ചികിത്സയിലേക്ക് പോകണമെന്നും മനസ്സിലാക്കുന്നത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും അങ്ങനെ സ്വപ്നത്തിലൂടെ കിട്ടിയ ആ സന്ദേശമനുസരിച്ച് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മകൾ നയിക്കപ്പെടുകയും ചെയ്യുന്നു.
പരിശുദ്ധമ്മയുടെ ഒരു സവിശേഷമായ കൃപയുടെ അടയാളമാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം നിഷ്കളങ്കമായി ഒരു കുഞ്ഞിൻ്റെ മനസ്സോടുകൂടി അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് സംസാരിക്കുന്നതായി, സ്വപ്നത്തിൽ വരുന്നതായി, കാതിനുള്ളിൽ ചില സന്ദേശങ്ങൾ കൈമാറുന്നതായി ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അത് അമ്മയുടെ കമ്മ്യൂണിക്കേഷനാണ്. അമ്മ നമ്മോട് എന്താണ് പോകേണ്ട വഴി, എന്താണ് ചെയ്യേണ്ട കാര്യം, എങ്ങനെയാണ് പ്രശ്നത്തിന് പരിഹാരം നമുക്ക് കണ്ടെത്താനാവുക, അതിൻ്റെ നിർദ്ദേശങ്ങൾ തരികയാണ്. സംശയമില്ലാതെ അത് മുന്നോട്ട് ആലോചനയ്ക്ക് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ പരിഹാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് മകൾ കണ്ട ആ രാത്രിയിലെ സ്വപ്നത്തിൽ കേട്ട സ്വരം, D3 എന്ന സ്വരം പിറ്റേന്ന് രാവിലെ ഗവനിക്കാതിരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നും വേദനയിൽ തുടരേണ്ടി വരുമായിരുന്നു. നമ്മളോട് ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികളോട് ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുമ്പോൾ ചെവിക്കുള്ളിൽ വരുന്ന ഓരോ സ്വരത്തെയും, ചിലപ്പോൾ ലഭിക്കുന്ന സന്ദേശങ്ങളെ, ചിലർ പറയുന്ന സംസാരങ്ങളെ, ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകളെ, അതിനൊക്കെ അതിൻ്റേതായ അർത്ഥമുണ്ടെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ അതൊരു മഴവില്ലാവാം, ചിലപ്പോൾ അതൊരു സുഗന്ധാഭിഷേകമാവാം, ചിലപ്പോൾ ചിലരുടെ സന്ദർശനമാവാം, ചില വാക്കുകളാവാം. അമ്മ മാതാവ് പലതരത്തിൽ നമുക്ക് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും. ഈ സന്ദേശങ്ങളോട് വിവേചനപൂർണമായ ഒരു ആത്മാവ് സൂക്ഷിക്കലാണ് നമുക്ക് ശരിയായ വഴിയിലേക്ക് വേഗത്തിൽ വന്നെത്തുവാൻ സഹായം നൽകുന്നത്. മകൾ അതിനെയാണ് മകളുടെ സാക്ഷ്യത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നത്. സ്വപ്നം കണ്ടു, D3 എന്ന് കണ്ടു, അന്വേഷിച്ചു, അപ്പോൾ എൻ്റെ അസുഖത്തിനുള്ള മരുന്നും ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശിയതിലൂടെ പൂർണ്ണമായ സൗഖ്യവും എനിക്ക് ലഭിച്ചുവെന്ന മറ്റു 2 കാര്യങ്ങൾ സഹോദരനുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തേത് വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി ഫ്രാൻസിൽ പോകുന്നതിന് മകന് സാധിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലിയില്ലാതെ 6 മാസത്തോളം വിശ്രമിച്ചു. അപ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ശരണപ്പെട്ടുകൊണ്ട് മകൾ ഇവിടെ പ്രാർത്ഥിക്കുകയും സഹോദരന് കൊടുത്തുവിട്ട നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസത്തോടെ കൃപാസന മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഹോദരനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്തു തുടങ്ങി. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി കണ്ടെത്തുവാനും സ്ഥിരതയോടുകൂടി അവിടെയുള്ള ജീവിതവും പഠനവും മുന്നോട്ട് കൊണ്ടുപോകുവാനും മകന് സാധിക്കുകയും ചെയ്തു. ഈ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഉടമ്പടി എന്ന ഈ പ്രാർത്ഥന പ്രവർത്തന ജീവിത പദ്ധതിയിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കുന്നുവോ നമുക്ക് വഴിതെളിച്ചു തരുന്ന മാതാവിൻ്റെ ഇടപെടലുണ്ടാകും. നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. സൗഖ്യപ്പെടുത്തുകയും ശരിയായ ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്യുന്ന സവിശേഷമായ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ അസാധ്യമെന്ന് കരുതുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കുന്നത് അനുഭവിക്കുവാനാവും. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന്, ഈ സഹോദരങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കാം.